ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനൂഫ്. മക്കളെടാ, നമ്മൾ ഇന്ന് 9ാം ക്ലാസ് ഹിന്ദിയിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, ജഡ്പഡ് ഓർ നഡ്ഗഡ്. ഈ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പം പുതിയ പാഠപുസ്തകങ്ങളൊക്കെ കിട്ടിയിട്ട് മക്കൾ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കാവൂലേ? എന്നാ ഹബീബി, നിങ്ങൾ ആരും പേടിക്കേണ്ട. അതിനല്ലേ നിങ്ങളുടെ മാനൂഫ് സാറും നമ്മുടെ വേൾഡ് ഓഫ് മാനൂഫ് ചാനലും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി എന്നറിയാം, പക്ഷേ ലേറ്റ് ആവും, എന്തായാലും ലേറ്റസ്റ്റ് വരുവേ അല്ലേ? അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് ഹിന്ദി മാത്രമല്ല കേട്ടോ, ഇംഗ്ലീഷ്, മലയാളം, അതേപോലെ തന്നെ മാത്സ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, സോഷ്യലി, ഇങ്ങനെ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലേക്ക് വേണ്ട, 9ാം ക്ലാസ് മാത്രമല്ല, ഇനി അടുത്ത വർഷം 10ലേക്കും പിന്നെ +1 +2 എല്ലാത്തിലേക്കും വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളും ചാപ്റ്ററുകളും, അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല അടിപൊളി വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്ന സിമ്പിൾ ഡിമ്പിൾ നോട്ട്സുകളും, അതേപോലെ തന്നെ വളരെ ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ നല്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് പരീക്ഷയിൽ A+ വാങ്ങാൻ പറ്റിയിട്ടുള്ള പല കുറുക്ക് വഴികളും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മക്കളെ, നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇക്കൊക്കെ ചെറിയൊരു ഉപകാരം ചെയ്തു തരണം. സംഭവം വേറെ ഒന്നല്ല, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഹബീബിങ്ങളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂട്ടുകാർക്ക് മാത്രമാക്കണ്ട, നിങ്ങളുടെ പാരൻസിനും, അമ്മായിക്കും, അമ്മായിമ്മമാർക്കും, അതേപോലെ തന്നെ മുത്തശ്ശിക്കും എല്ലാവർക്കും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എല്ലാവരോടും സബ് ചെയ്യാൻ പറയും. വീട്ടിൽ എല്ലാവരോടും സബ് ചെയ്യാൻ പറഞ്ഞേക്കണ്ടി. ഇക്കൊക്കെ പെരുത്ത് സന്തോഷമേ ഉള്ളൂ. വീട്ടിൽ കിടക്കണം മുത്തശ്ശിക്കും കിട്ടട്ടാ A+ അല്ലേ? എന്നാ പിന്നെ മക്കളെ, നമുക്ക് ക്ലാസ് തുടങ്ങല്ലേ? മക്കളെ, നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന ഈ 2 കുറിപ്പുകൾ ഉണ്ടല്ലോ, ഈ 2 കുറിപ്പുകളുടെ കഥയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. കഥയുടെ പേരെന്താ? ജഡ്പഡ് ഓർ നഡ്ഗഡ്. ഓക്കെ, ഇതിൽ ഈ മുതിർന്ന കാരണവരുണ്ടല്ലോ, മുന്നിലോടുന്ന ഒരു ചെങ്ങായി അല്ലേ, ഒരു മൊയിന്ത് അല്ലേ, ഈ ചെങ്ങായിന്റെ പേരാണ് മക്കളെ ജഡ്പഡ്. അതേപോലെ തന്നെ ഈ പിന്നിലോടുന്ന ഒരു കുറിപ്പുണ്ടല്ലോ, ഓന്റെ പേരാണ് നഡ്ഗഡ്. ഓക്കെ, അപ്പം നമ്മുടെ കഥയിലെ മുഖ്യ പ്രധാന കഥാപാത്രങ്ങളുടെ പേരാണ് ഈ കഥയ്ക്ക് കൊടുത്തിട്ടുള്ളത്, ജഡ്പഡ് ഓർ നഡ്ഗഡ്. പേര് പറഞ്ഞ പോലെ തന്നെ ഇതൊരു കഹാനി എന്ന് പറഞ്ഞാൽ എന്താ? കഥ. ഇതൊരു കഹാനിയാണ്. അപ്പൊ ആരാണ് ഈ മനോഹരമായിട്ടുള്ള കഥ എഴുതിയത് എന്ന് മക്കൾക്ക് അറിയണ്ടേ? ഇസ്കാ കഹാനികാർ കാ നാം രമേശ് ഉപാധ്യായ് ഹെ. ആരാണ് കഹാനികാർ? കഹാനികാർ എന്ന് പറഞ്ഞാൽ കഥാകാരൻ അല്ലേ? ആരാണ്? രമേശ് ഉപാധ്യായ് എന്ന് പറഞ്ഞ ഉത്തർപ്രദേശിൽ ജനിച്ചിട്ടുള്ള ഒരു മച്ചാനാണ് ഈ ഒരു മനോഹരമായ കഥ എഴുതിയിട്ടുള്ളത് അല്ലേ? സംഭവം അടിപൊളിയാണ്, നല്ല രസകരമായ കഥയാണ്. ഈ കഥയൊക്കെ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിലെ നഡ്ഗഡ് ഞാനാണോ അല്ലെങ്കിൽ ജഡ്പഡ് ഞാനാണോ എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പം തോന്നിപ്പോകും. തോന്നിയാൽ അത്ഭുതമില്ല. കാരണം സ്കൂൾ കുട്ടികൾ, 2 സ്കൂൾ കുട്ടികളാണ് നമ്മുടെ ജഡ്പഡും നഡ്ഗഡും. ഇവരുടെ കഥയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇത് കേവലം ഒരു പേര് മാത്രമല്ല, കണ്ടറിഞ്ഞ് ഇവന്മാരുടെ അമ്മ ഇട്ട പേരാന്ന് പറയാം. ചില ആൾക്കാർക്ക് അങ്ങനെയല്ല, പേരിനെ അന്വർത്ഥമാക്കുന്ന സ്വഭാവമാവും അല്ലേ? ചില ആൾക്കാർക്ക് നമ്മൾ സൽഗുണൻ എന്ന് പേരിടും, പക്ഷേ ആള് നല്ല ദുർഗുണൻ ആവും അല്ലേ? അപ്പം ചില ആളുകൾ പേരിന് നേരെ ഓപ്പോസിറ്റ് ആവും. എന്നാൽ ചില ആളുകൾ ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി പേരിനെ വളരെയധികം അന്വർത്ഥമാക്കും അല്ലേ? അതായത് പേരിന്റെ അതേ സ്വഭാവമുള്ള ആൾക്കാരും ഉണ്ടാവും. ഉദാഹരണത്തിന് ജമീല എന്നൊക്കെ ഇടും ചില കുട്ടികൾക്ക് പേര്. അപ്പം നല്ല ഭംഗിയുള്ള കുട്ടിയായിരിക്കും അല്ലേ? തരിവള കയ്യാലെന്നെ വിളിച്ചതെന്തിനി നീ ജമീല. അപ്പൊ മക്കളെ, നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ജഡ്പഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചെങ്ങായിന്റെ പേരുണ്ടല്ലോ, ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ചേട്ടൻ, മൂപ്പരാണ് മൂത്ത കാരണവർ. ഓക്കെ, മൂത്ത കാരണവരാന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഓൻ വലിയ 10ാം ക്ലാസ്സിലാണ് പഠിക്കണമെന്ന്. അതൊന്നല്ല, സംഗതി 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യനാണ്, കിളുന്ത് പയ്യനാണെന്ന്. ഈ പയ്യന് നമ്മൾ അമ്മ ഇട്ടിരിക്കുന്നത്, നമ്മളമ്മല്ല, ജഡ്പഡിന്റെയും നഡ്ഗഡിന്റെയും അമ്മ ഇട്ടിരിക്കുന്ന പേര് ജഡ്പഡ് എന്നാണല്ലോ. ഈ ജഡ്പഡ് എന്ന പേര് ഇവന് വെറുതെ കൊടുത്തതല്ല. ജഡ്പഡ് എന്ന് പറഞ്ഞാൽ തന്നെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നവൻ, അല്ലെങ്കിൽ വേഗത്തിൽ എന്നൊക്കെയാണ് അർത്ഥം. അപ്പം പേര് പോലെ തന്നെ നമ്മുടെ ജഡ്പഡ് കണ്ടില്ലേ, പെരുമ്പാച്ചിലാണ് അല്ലേ? എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തു വെക്കണം. ഭയങ്കര ബേജാറമ്മയാണ്. ഓക്കെ, ബേജാറമ്മയല്ല, ബേജാറമ്മാവനാണ്. അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ടാവില്ലടാ, എല്ലാം പെട്ടെന്ന് ചെയ്തു തീർക്കണം, എല്ലാം ധൃതി ചടപടാന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കണം. ആ ചടപടാ പറഞ്ഞു തീർക്കുന്നതുകൊണ്ടാണ് ഇവനെ ജഡ്പഡ് എന്ന് തന്നെ അവർക്ക് പേരിട്ടത്. ഓക്കെ, ഇനി രണ്ടാമനുണ്ട് നഡ്ഗഡ് അല്ലേ? ഈ നഡ്ഗഡ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കുരുത്തം കെട്ടമെന്നാണ്. കുരുത്തക്കേട് അല്ലെങ്കിൽ കുസൃതി എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, പേര് പോലെ തന്നെ ആള് ഇമ്മിനി കുരുത്തക്കേടാണ്. നമ്മളൊക്കെ മാറി തന്നെടാ, നമ്മളൊക്കെ കുറച്ച് കുരുത്തക്കേടല്ലേ, പഠിക്കുന്ന സമയത്ത് കുറച്ച് കുരുത്തക്കേട് കളിക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? അങ്ങനെയല്ലടാ, അങ്ങനെ തന്നെയാണ്. എന്തായാലും നഡ്ഗഡ് കാര്യങ്ങളൊക്കെ ജീവിതമൊക്കെ ആസ്വദിക്കുന്ന, നമ്മുടെ യൂണിറ്റിന്റെ പേരിനെന്താ? ജീബർ എന്നാ പറഞ്ഞത് അല്ലേ? ജീവിതം ആസ്വദിക്കാനാണ് പറഞ്ഞത്, മനസ്സ് നിറയെ ആനന്ദിക്കാൻ അല്ലേ? സോ അതുപോലെ തന്നെ ജീവിതം ആസ്വദിക്കുന്നവനാ. കാണുന്ന കാഴ്ചകളിലൊക്കെ വായി വിളിച്ച് നിന്നിട്ട് അല്ലേ? നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? സ്കൂളിലേക്ക് വരുന്ന സമയത്തൊക്കെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ തൊള്ളാട്ടി നിൽക്കും, അപ്പുറത്ത് തൊള്ളാട്ടി നിൽക്കും, അപ്പുറത്ത് കണ്ട പട്ടീനെ കല്ലെടുത്തെറിയും അല്ലേ? അതേപോലെ തന്നെ മാങ്ങ കണ്ട മാവില് കല്ലെടുത്തെറിയും. ഇങ്ങനെ ഓരോ കുരുത്തക്കേടുകൾ ഒപ്പിക്കുന്ന ആൾക്കാരല്ലേ? അതേപോലെ തന്നെ വെക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നേരെ കുളത്തിൽ ചാടും, നീന്തും, മീൻ പിടിക്കും അല്ലേ? സോ ഇങ്ങനെ പല കുരുത്തക്കേടുകളും ചെയ്യുന്ന ഒരുത്തനാണ് ആര്? നമ്മുടെ നഡ്ഗഡ്. എന്നാൽ ഇയാൾ നേരെ പോട്ടെ, നേരെ സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, വേറെ അങ്ങോട്ട് നോക്കില്ല, റോബോട്ടിന്റെ മാതിരിയാ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ 2 മക്കളുടെ കഥയാണ് നമുക്കിവിടെ ജഡ്പഡ് ഓർ നഡ്ഗഡ് എന്ന പേരിൽ ഉത്തർപ്രദേശുകാരനായിട്ടുള്ള രമേശ് ഉപാധ്യായ് എന്ന് പറഞ്ഞ നമ്മുടെ മച്ചാന് കഥയായിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ കഥയെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി ഈ 2 മക്കളും, ഒരാൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ചെറിയോന് പഠിക്കുന്നത് 3ാം ക്ലാസ്സിലാണ്. ഓക്കെ, അപ്പം ജഡ്പഡ് 5वीं कक्षा में पढ़ते हैं, അതേപോലെ
തന്നെ നഡ്ഗഡ് തീസരി കക്ഷേ में पढ़ता है. ഓക്കെ, അപ്പം ഇവർ രണ്ടുപേരും കൂടി സ്കൂളിൽ പോകുമ്പോൾ കാണിക്കുന്ന ചില കാര്യങ്ങൾ, നഡ്ഗഡ് ചെയ്യുന്ന ചില കുരുത്തക്കേടുകളും അതിന് ജഡ്പഡിന്റെ ടെൻഷൻ, ഇതെല്ലാമാണ് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. പിന്നെ മക്കളെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ഹിന്ദിയിൽ മാർക്ക് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ അർത്ഥം പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 10-25 മാർക്കിന്റെ മേലെ ഉത്തരം ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നെ ഉണ്ടാവും പരീക്ഷയ്ക്കുള്ളേ. അപ്പൊ അത് നമുക്ക് വായിച്ചിട്ട് അർത്ഥം മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്തി എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യുക, പാഠഭാഗത്തുള്ള ഓരോ വാക്കുകളുടെയും അർത്ഥങ്ങൾ എതിർക്കണം. അപ്പൊ സാർ എന്ത് ചെയ്യുന്ന വിചാരിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോ വാക്കുകൾ പറയുമ്പോൾ അതിന്റെ അർത്ഥങ്ങൾ പറഞ്ഞുതരും. മക്കൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അത് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. പെട്ടെന്ന് എഴുതണമെന്നില്ല, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എഴുതിയാൽ മതി. എന്തായാലും എഴുതിയെടുക്കുക. അങ്ങനെ എഴുതിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അർത്ഥങ്ങൾ പഠിച്ചാൽ മക്കളെ ഉറപ്പാണ് നമ്മൾ ഈ ഒരു ക്വാർട്ടർലി എക്സാമിന് തന്നെ ഫുൾ മാർക്ക് മേടിച്ചിരിക്കണം, ഫുൾ മാർക്ക് മേടിച്ചിരിക്കും. അപ്പൊ എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം കേട്ടോ. ഏക് ഥാ ജഡ്പഡ്. ഏക് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നൊക്കെയാണ് അർത്ഥം അല്ലേ. അപ്പം ഒരു ജഡ്പഡ് ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. ഏക് ഥാ, ഥാ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആയിരുന്നു എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഒരു ജഡ്പഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ, ഏക് ഥാ നഡ്ഗഡ്, ഒരു നഡ്ഗഡും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ കഥയൊക്കെ പറയുന്ന പോലെ പണ്ട് ഒരു സ്ഥലത്ത് ഒരു ജഡ്പഡ് ഉണ്ടായിരുന്നു, ഒരു നഡ്ഗഡ് ഉണ്ടായിരുന്നു. ഓക്കെ, രണ്ട് കുട്ടികളാണ്. ഇനി എന്താ പറഞ്ഞത്, ജഡ്പഡ് ബഡാത്ത. നമ്മുടെ ജഡ്പഡ് എങ്ങനെയുള്ള ആളാ, ബഡാത്ത, നല്ല വലിയൊരു മനുഷ്യനായിരുന്നു അല്ലേ, ഒരു വലിയ കുട്ടിയായിരുന്നു എന്നർത്ഥം. ദെൻ നഡ്ഗഡ് ചോട്ട. നഡ്ഗഡ് എങ്ങനെയുള്ളതാ, ചോട്ടയാണ്. നഡ്ഗഡ് ചെറുതാണ്, ജഡ്പഡ് വലുതാണ് അല്ലെ. ഇനി ബഡ കേവൽ 2 സാൽ ബഡാത്ത. ബഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയവൻ ആരാ, ജഡ്പഡ്. ജഡ്പഡിന് എന്താണ് കേവൽ, കേവൽ എന്ന് പറഞ്ഞാൽ കേവലം എന്നാണ് അർത്ഥം, വെറും അല്ലെ. കേവലം 2 സാൽ 2 വയസ്സ്. സാൽ എന്ന് പറഞ്ഞാൽ വയസ്സ് അല്ലെങ്കിൽ വർഷം എന്നൊക്കെയാണ് അർത്ഥം. സാൽ എന്ന് പറഞ്ഞാൽ വയസ്സ് അല്ലെങ്കിൽ വർഷം എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ നമ്മുടെ ജഡ്പഡ് എത്ര മൂത്തതാണെന്നാ പറഞ്ഞത്, 2 സാൽ ബഡാത്ത, 2 വയസ്സ് മൂത്തതാണ്. ആരേക്കാളും, നഡ്ഗഡിനേക്കാളും. ഓക്കെ, ദെൻ ചോട്ടായോ, ചോട്ട എന്ന് പറഞ്ഞാൽ ചെറുത്, നമ്മുടെ നഡ്ഗഡ്. നഡ്ഗഡ് എങ്ങനെയാ, കേവൽ 2 സാൽ ചോട്ട, 2 വയസ്സ് ചെറുതാണ്. ഇത് ഒരേ സാധനം തന്നെയാണ്. അതായത് ജഡ്പഡ് നഡ്ഗഡിനേക്കാളും 2 വയസ്സ് മൂത്തതാണ്, നഡ്ഗഡ് ജഡ്പഡിനേക്കാളും 2 വയസ്സ് ഇളയതാണ്. ഇത്രയേ ഉള്ളൂ കാര്യം അല്ലെ. ഇനി പറയണേ, ദോനോ, രണ്ടുപേരും, അതായത് ജഡ്പഡ് ഓർ നഡ്ഗഡ് അല്ലെ, രണ്ടുപേരും എന്താണ്, സ്കൂൾ മേം പഠിത്തേത്തെ, രണ്ടുപേർ സ്കൂളാണ് പഠിക്കുന്നത്. ഓക്കെ, സ്കൂൾ അല്ലാതെ പിന്നെ വേറെ എവിടെയെങ്കിലും കാട്ട് പോയി പഠിക്കാൻ പറ്റുമോ അല്ലെ, പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ദെൻ ജഡ്പഡ് എന്താണ്, 5 വീമേം. ജഡ്പഡ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 5 എന്ന് പറഞ്ഞാൽ 5 അല്ലേ മക്കളെ. അപ്പൊ 5ാം ക്ലാസ്സിലാണ് ജഡ്പഡ് പഠിക്കുന്നത്. നഡ്ഗഡ് തീസരീമേം. നഡ്ഗഡോ 3ാം ക്ലാസ്സിൽ, 2 വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളത്. അപ്പൊ ചെറിയോന് 3ാം ക്ലാസ്സിലും വലിയോന് 5ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. ഗർസെ, വീട്ടിൽ നിന്ന്. ഈ സേ എന്ന് പറഞ്ഞാൽ നിന്ന് അല്ലെങ്കിൽ കൊണ്ട് എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, പിന്നെ ഓട് എന്നൊരു അർത്ഥമുണ്ട്. ഈ ഓടല്ല, എന്താണ്, അവനോട്, അവളോട്, പിന്നെ മാനു സാറിനോട്, ഇങ്ങനെയൊക്കെ പറഞ്ഞേ ആ ഓടാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അതേപോലെ ഗർസെ, ഇവിടെ വീടിനോട് എന്നല്ല അർത്ഥം, വീട്ടിൽ നിന്ന് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ വീട്ടിൽ നിന്ന് ദോനോ, അവർ രണ്ടുപേരും, അതായത് ദോനോം ബായി, 2 സഹോദരങ്ങളും. 2 സഹോദരങ്ങൾ ആരൊക്കെയാ, ജഡ്പഡും നഡ്ഗഡും. പുതിയ പേരുകളായതുകൊണ്ട് എഴുതി പഠിക്കണം, സ്പെല്ലിംഗും തെറ്റരുത് കേട്ടോ. ജഡ്പഡാണ് മൂത്തത് കേട്ടോ, മനസ്സിലാക്കണം. ജാ ചേട്ടൻ എന്നോർത്താൽ മതി, ജാ ചേട്ടൻ. ഓക്കെ, അപ്പം ബായി അല്ലെ. അപ്പൊ ദോനോം ബായി, 2 സഹോദരങ്ങളും സാത്ത് സാത്ത് ഒരുമിച്ച്. ഓക്കെ, സാത്ത് എന്ന് പറഞ്ഞാൽ ഒരുമിച്ചില്ലേ, സാത്ത് സാത്ത് ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്, സ്കൂൾ ജാത്തെ, സ്കൂളിലേക്ക് പോവാറുള്ളത്. ജാന എന്ന് പറഞ്ഞാൽ പോവാന്നല്ലേ അർത്ഥം. അപ്പോൾ ഒരുമിച്ച്, രണ്ടുപേരും ഒരുമിച്ചാണ് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോവാറുള്ളത്. അതുപോലെ തന്നെ ഓർ സാത്ത് സാത്ത് ഹി, ഒരുമിച്ച് തന്നെയാണ്. ഹി എന്ന് പറഞ്ഞാൽ തന്നെ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഒരുമിച്ചാണ് പോവാറുള്ളത്, ഒരുമിച്ച് തന്നെയാണ്. വാപ്പസ് ഗർ ആത്തെ, വാപ്പസ് ആന എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക, മടങ്ങുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതും എങ്ങനെ തന്നെയാണ് മക്കളെ, ഒരുമിച്ച് തന്നെയാണ്. അപ്പൊ നല്ല സഹോദരങ്ങളിലെ നല്ല സ്നേഹമുള്ള മക്കളാണ്. രണ്ടുപേരും ഒരുമിച്ച് സ്കൂളിലേക്ക് പോകുന്നു, ഒരുമിച്ച് വീട്ടിലേക്ക് വരുന്നു. ഇങ്ങനെയുള്ള കുറെ ചേട്ടാനുജന്മാരും ഫ്രണ്ട്സൊക്കെ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടാവും, കമന്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ മക്കളെ, വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും, അത് ഉറപ്പാണ്. അതുകൊണ്ട് മക്കളെ, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ഇട്ടോളിട്ടോ, ലൈക്ക് ഇട്ടില്ലെങ്കിൽ കോക്കാച്ചി പിടിക്കട്ടോ. ഓക്കെ, അപ്പൊ മക്കളെ, നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാം. വേ, അവർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്, നമ്മുടെ ജഡ്പഡും നഡ്ഗഡും. ഏക് ഗാവ് മേം രഹത്തേത്തെ. രഹ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസിക്കുക എന്നാണ്. രഹ്ന എന്ന് പേരുള്ള ഏതെങ്കിലും കുട്ടീൻ്റെ അവിടെ ഉണ്ടാവും അല്ലെ. അപ്പോൾ രഹ്ന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, താമസിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ, വേ ഏക് ഗാവ് മേം. ഗാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമം, ഗാവ് മേം എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ അല്ലെ. അവർ ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതോ ഒരു ഗ്രാമത്തിന് പേരൊന്നുമില്ല കേട്ടോ. ദെൻ എന്താ, സ്കൂൾ ഉൻകെ ഗാവ് മേ നഹി.
സ്കൂൾ അവരുടെ ഉൻകെ എന്ന് പറഞ്ഞാൽ അവരുടെ അല്ലെ, സ്കൂൾ അവരുടെ ഗ്രാമത്തിലല്ല, സ്കൂൾ ഉൻകെ ഗാവ്മേ നഹി അല്ലെ, അവരുടെ ഗ്രാമത്തിലല്ല എന്നാ പറഞ്ഞത്. ദൂരെയാണ്, സ്കൂൾ അവരുടെ ഗ്രാമത്തിലല്ല, ദൂരെയാണ്. ദൂരെ എവിടെയാണ്? ദൂസരേ ഗാവ്മേം താ. ദൂസരേ എന്ന് പറഞ്ഞാൽ മറ്റൊരു എന്നർത്ഥം അല്ലെ, രണ്ടാമത്തെ എന്നൊക്കെ അർത്ഥം. ഇവിടെ മറ്റൊരു എന്നാണ് അർത്ഥം. അപ്പം സ്കൂൾ ദൂരെ മറ്റൊരു ഗ്രാമത്തിലാണ്. അപ്പം പാവ മക്കൾക്ക് സ്കൂളിൽ പോകാൻ കുറേ ദൂരം പോകണല്ലേ. ഇത് പഴയ കഥയല്ലേ. അപ്പൊ അവരെങ്ങനെയാ പോവാറുള്ളത്? വഹാം തക്ക്, അതുവരെ, അല്ലെങ്കിൽ ആ സ്കൂൾ വരെ, അവിടെ വരെ അല്ലെ. വഹാം എന്ന് പറഞ്ഞാൽ അവിടെ എന്നാണ് അർത്ഥം അല്ലെ, അവിടെ വരെ. തക്ക് എന്ന് പറഞ്ഞാൽ വരെ എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ സ്കൂൾ വരെ ഇവരെന്ത് ചെയ്യല? പൈതൽ ജാന പഠിത്താത്ത. പൈതൽ ജാന എന്ന് പറഞ്ഞാൽ നടന്നു പോവുക എന്നാണ് അർത്ഥം, കാൽനടയായിട്ട് പോവുക. ഓക്കെ, പൈതൽ എന്ന് പറഞ്ഞാൽ കാൽനടയായിട്ട്. അപ്പൊ കാൽനടയായിട്ടാണ് ഈ മക്കൾ നടന്നു പോവാറുള്ളത്. അങ്ങനെ സ്കൂളിലേക്ക് നടന്നു പോകണവരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടോ. ഓക്കെ, ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു പണ്ട്. അന്നൊന്നും ബസ് കുറെ കാലം, ഞാനൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം 25 കൊല്ലം കഴിഞ്ഞു. ഓക്കെ, എനിക്കിപ്പോൾ 40 വയസ്സ് ആവുന്നു. ഓക്കെ, അപ്പം 10-25 കൊല്ലം ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പം അന്നൊക്കെ ഞങ്ങൾ 8-9-10 കൂടുതൽ നടന്ന പോലെ. ഒന്ന് ബസ്സൊക്കെ ഉണ്ട്, എന്നാലും പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട്, പൈസ ഒന്നുമില്ല, നിങ്ങൾ പാവങ്ങളായിരുന്നല്ലോ. അപ്പം അന്നൊക്കെ ഞങ്ങൾ നടന്നാൽ പോകല്. അപ്പോൾ അതേമാതിരി നടന്നു പോകണ മക്കൾ ഇന്നും ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ കമന്റ് ഇട്ടോളി. ഓക്കെ, ദെൻ ഓർ പൈതൽ ഹി വാപ്പസ് ആനാ പഠിത്താത്ത. നടന്ന് അങ്ങോട്ട് പോവാൻ മാത്രമല്ല, തിരിച്ച് ഇങ്ങോട്ടേക്ക്. വാപ്പസ് ആന നമ്മൾ നേരത്തെ പറഞ്ഞു, തിരിച്ചു വരിക. വാപ്പസ് ജാന പറഞ്ഞാൽ തിരിച്ചു പോവുക. വാപ്പസ് ആന എന്ന് പറഞ്ഞാൽ, ആന എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ആനല്ല അമ്പ അല്ലെ, അതല്ല. എന്താ ആന എന്ന് പറഞ്ഞാൽ വരിക, ജാന എന്ന് പറഞ്ഞാൽ പോവുക. അപ്പൊ എന്താ? വാപ്പസ് ആന എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക അല്ലെ. അപ്പോൾ സ്കൂളിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും എങ്ങനെയാ? പൈതൽ, നടന്നിട്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് നോക്ക്. ജാത്തേ സമയ്, പോകുന്ന സമയത്ത്, അതായത് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത്. രാസ്തേമേം, രാസ്ത എന്ന് പറഞ്ഞാൽ വഴി എന്നാണ് അർത്ഥം. രാസ്ത എന്ന് പറഞ്ഞാൽ വഴികൾ അല്ലെ, വഴികളിൽ. അപ്പൊ കുറെ റൂട്ടിലൂടെ അവരിങ്ങനെ സ്കൂളിൽ കുറെ ദൂരം പോവല്ലേ. അപ്പൊ പല റൂട്ടിലൂടെ ആയിരിക്കും ഇവർ സ്കൂളിലേക്ക് പോകുന്നുണ്ടാവുക. അപ്പൊ ആ വഴികളിലൊക്കെ ഉനയും, അവർക്ക്, ഉനയം എന്ന് പറഞ്ഞാൽ അവർക്ക്, ഉൻകോ എന്നുള്ളതിന്റെ മറ്റൊരു വാക്കാട്ടോ. അവർക്ക് കൈയും ചീസയും. ചീസ് എന്ന് പറഞ്ഞാൽ വസ്തു അല്ലെങ്കിൽ കാര്യം എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ വസ്തുക്കൾ, ചീസയും എന്നല്ല പറഞ്ഞത്, വസ്തുക്കൾ അല്ലെങ്കിൽ കാര്യങ്ങൾ. കൈ എന്ന് പറഞ്ഞാൽ കുറേ എന്നർത്ഥം, ധാരാളം. അപ്പൊ കൈ ചീസയും എന്ന് പറഞ്ഞാൽ അവർക്ക് കുറേ സാധനങ്ങൾ, കുറേ കാര്യങ്ങൾ. മിൽത്തീത്തി, മിൽത്തീത്തി എന്ന് പറഞ്ഞാൽ കിട്ടുക. മിൽന എന്ന് പറഞ്ഞാൽ കിട്ടുക എന്നർത്ഥമുണ്ട്, ലഭിക്കുക അല്ലെ. പിന്നെ അതേപോലെ തന്നെ കാണുക എന്നർത്ഥമുണ്ട്, കണ്ടുമുട്ടുക എന്നർത്ഥമുണ്ട്. ഇവിടെ കാണുക എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ കിട്ടുക എന്നുള്ള അർത്ഥത്തിൽ കൊടുക്കുക. അതായത് സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ അവർക്ക് പല സാധനങ്ങളും കിട്ടാറുണ്ടെന്ന്. ഇവിടെ ഉദ്ദേശിച്ചത് പല സാധനങ്ങളും അമ്മമാർ കാണാറുണ്ട് എന്നാ. അപ്പം ഇന്നൊക്കെ നമുക്ക് കാണാറുണ്ട് എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി. അപ്പൊ എന്തൊക്കെയാണ് ഇവർ സ്കൂളിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ നമുക്ക് നോക്കേണ്ട മക്കളെ. ഒരു ആകാംക്ഷ ഇല്ലേ എന്തൊക്കെ സ്കൂളിൽ പോകുമ്പോൾ? നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ പല സാധനങ്ങളും കാണാറുണ്ടാവില്ലേ? റോഡ് കാണൂലേ, റോഡ് കൂടെ പോവല്, ബസ്സുകൾ കാണും, ലോറി കാണും, കാറ് കാണും, ബിൽഡിംഗ് കാണും, അതേപോലെ മരങ്ങൾ കാണും. പിന്നെ അവിടെ തെരുവിലൂടെ ഓടുന്ന നായകളെ കാണാം, പശുക്കളെ കാണാം, മനുഷ്യന്മാരെ കാണാം. അങ്ങനെ പലതും നിങ്ങൾ കാണാറില്ലേ? പുഴ കാണുന്നവരുണ്ടാവും, പാലങ്ങൾ കാണുന്നവരുണ്ടാവും, ബോട്ട് കാണുന്നവരുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ഈ കുട്ടികളും പല കാഴ്ചകളും കാണാറുണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. കറക്റ്റ് ഓർഡർ തന്നെ പഠിച്ചു വെക്കണം. ഈ കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് പോഖറാണ്. പോഖർ എന്ന് പറഞ്ഞാൽ നമ്മളെ പോക്കർ കാക്കനെ അല്ല. പോഖർ എന്ന് പറഞ്ഞാൽ കുളം, പോണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഈ മക്കളെത്ത എവിടെയാ? ഒരു കുളത്തിനടുത്താണ്. ആ കുളത്തിനടുത്ത് കൂടിയാണ് ഇവർ പോകുക കേട്ടോ. അപ്പൊ ആദ്യം ഒരു കുളം, തന്നെ അവരെത്ത ഒരു ബർഗത്. ബർഗത് പറഞ്ഞാൽ ബർഗർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, തിന്നണ വിചാരം മാത്രമല്ലേ ഉള്ളൂ. എന്നാൽ ബർഗത് എന്ന് പറഞ്ഞാൽ ആൽമരം, നമ്മളെ ബനിയൻ ട്രീ. ഓക്കെ, അപ്പം ആൽമരം രണ്ടാമതായിട്ട് ഇവർ കാണുന്ന ഒരു ആൽമരാണ്. ആ ആൽമരത്തിനടുത്ത് കൂടി ഇങ്ങനെ മക്കൾ പോകും. അതിനുശേഷം ഇവരെത്ത ഗേത്തിലാണ്. ഗേത്ത് എന്ന് പറഞ്ഞാൽ വയൽ. അത് പിന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം ആദ്യം ഒരു എവിടെത്തുന്നു? കുളക്കരയിലെത്തുന്നു. ആ കുളം കഴിഞ്ഞിട്ട് പിന്നെ അവർ ആൽമരത്തിനടുത്ത് എത്തുന്നു. പിന്നെ അവിടെ നിന്ന് അവരെന്ത് ചെയ്യുന്നു? ഒരു വയലിന്റെ അടുത്ത് എത്തുന്നു. ആ വയലും കഴിഞ്ഞിട്ട് വയലിന്റെ വരമ്പിലൂടെ നടന്ന് അവർ എവിടെത്തും? ബാഗിലെത്തും. ബാഗ് എന്ന് പറഞ്ഞാൽ തോട്ടം, പൂന്തോട്ടം അല്ലെങ്കിൽ പഴത്തോട്ടം, എന്ത് തോട്ടം? തോട്ടങ്ങൾക്കാണ് നമ്മൾ എന്താ പറയാ? ബാഗ് എന്ന് പറയാ. അപ്പൊ തോട്ടത്തിലെത്തും. ആ തോട്ടത്തിലൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോയിട്ട് അവരെന്ത് ചെയ്യും? നാളയിലെത്തും. നാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തോട് അല്ലെങ്കിൽ അരുവിയില്ലേ, അപ്പൊ ആ നാള അല്ലെങ്കിൽ തോടിന്റെ അടുത്തെത്തും. ആ തോടൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം ഇവർക്ക് പോകാൻ. നല്ല രസമായിരിക്കില്ല. ഗ്രാമത്തിലൊക്കെ അങ്ങനെ അല്ലടാ, അങ്ങനെ തോടൊക്കെ ക്രോസ് ചെയ്തിട്ട് മക്കൾ ഉണ്ടാവും, ഉറപ്പാണ്. ദെൻ ഓർ നദി, അവസാനം വരെ എവിടെത്തും? നദി, പുഴയിലെത്തും. പുഴയിൽ കൂടെ നീന്തി വേണ്ടി വരും. ഇനി നീന്തണ്ട, അതിന് പാലുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ മക്കളെ ഒന്നുകൂടി പറഞ്ഞ എന്തൊക്കെയാ അവർ കാണുന്നത്? ആദ്യം കുളം കാണുന്നു, പിന്നെ ആൽമരം കാണുന്നു, പിന്നെ വയല് കാണുന്നു, പിന്നെ തോട്ടം കാണുന്നു, പിന്നെ തോട് കാണുന്നു, പിന്നെ നദി കാണുന്നു അല്ലെ. ഇത്രയും കാഴ്ചകളാണ് ഇവർ കാണുന്നത്. ഇനിയോ വാപ്പസ് ആനേ പർ ബി, തിരിച്ചു വരുമ്പോഴും, വാപ്പസ് ആന പറഞ്ഞാൽ തിരിച്ചു വരില്ലേ, തിരിച്ചു വരുമ്പോഴും ഇതേ കാഴ്ചകൾ തന്നെ അല്ലടാ കാണുക. തിരിച്ചു വരുമ്പോൾ കാഴ്ച മാറുമോ? കാഴ്ച മാറണമെങ്കിൽ വേറെ റൂട്ടിൽ വരണം. ഇവർ ഒരേ റൂട്ടിനല്ലേ പോയി വരുന്നത്, പക്ഷെ വേറെ പ്രശ്നമുണ്ട്. കാണുന്ന കാഴ്ചകൾ നേരെ തിരിഞ്ഞു വരില്ലേ? ഓക്കെ, അപ്പൊ തിരിച്ചു വരുമ്പോൾ രാസ്തേമേയും മുനയും കൈ ചീസയും വിൽത്തീത്തി, വഴിയിൽ അവർ പല സാധനങ്ങളും കാണാറുണ്ട്. എന്തൊക്കെയാ കാണാറുള്ളത്? ആദ്യം കാണാൻ നദി അല്ലെ. ആദ്യം അവസാനം, നേരത്തെ അങ്ങോട്ട് പോകുമ്പോൾ അവസാനം കാണുന്ന നദിയാണ്. അപ്പൊ തിരിച്ചു വരുമ്പോൾ ആദ്യം കാണുന്ന നദി കാണും, പിന്നെ നാള തോട് കാണും, പിന്നെ ബാഗ് തോട്ടം കാണും, പിന്നെ ഗേത്ത് വയല് കാണും, പിന്നെ ബർഗത് ആൽമരം കാണും, അവസാനം നമ്മളെ പോക്കരെ കാണും അല്ലേ.
കുളം കാണും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം ഇത്രയും ഭാഗം ക്ലിയർ ആയില്ല മക്കളെ? ക്ലിയർ ആയിരുന്നെങ്കിൽ നേരത്തെ ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ചോളി. ഇനി രണ്ടാമത് ലൈക്ക് അടിച്ചിട്ടുള്ള ലൈക്ക് കൂടി പോക്കല്ലേ കേട്ടോ. ഓക്കെ, അപ്പം ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് കിടക്കാം. ജഡ്പഡ് തേസ് തേസ് ചൽത്താത്ത. ഞാൻ പാടെടുക്കുമ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നു, ജഡ്പഡ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വേഗത്തിൽ എന്നാണ് അർത്ഥം അല്ലേ? എല്ലാം പെട്ടെന്ന് ചെയ്യുന്നവെന്നാണ് അർത്ഥം. അപ്പം പേര് പോലെ തന്നെ ജഡ്പഡ് എന്താ ചെയ്യുന്നത്? തേസ് തേസ്. തേസ് എന്ന് പറഞ്ഞാൽ വേഗം എന്നാണ് അർത്ഥം. അപ്പൊ വേഗത്തിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? ചൽത്താത്ത. ചലന എന്ന് പറഞ്ഞാൽ നടക്കുക അല്ലെ? അപ്പൊ നമ്മുടെ ജഡ്പഡ് ഓടുകയാണോ നടക്കുകയാണോ എന്നറിയില്ല, വേഗത്തിലാണ് എന്ത് ചെയ്യുക? നടക്കുക. ഇതെന്താ? നഡ്ഗഡ് ആവട്ടെ, നഡ്ഗഡിന്റെ സ്വഭാവം എന്താ? നല്ല കുരുത്തക്കേടല്ലേ? കുരുത്തക്കേടുള്ള ആൾക്കാർ അങ്ങനെ നേരെ പോകുന്നല്ലേ ഉണ്ടാവും. അവിടെ ഇവിടെയൊക്കെ വായി നോക്കിക്കും അല്ലേ? അപ്പം നഡ്ഗഡ് ധീരെ ധീരെ, വളരെ സാവധാനം, അവിടെ വായി നോക്കിന്ന് ഇവിടെ വായി നോക്കിന്ന്, ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി. ഇതാണ് നമ്മളെ നഡ്ഗഡിന്റെ സ്വഭാവം. അങ്ങനെ നടക്കുന്ന ആൾക്കാരും ഉണ്ട് അല്ലേ? അപ്പോൾ ജഡ്പഡ് നല്ല സ്പീഡിൽ നടക്കുമ്പോൾ നഡ്ഗഡ് വളരെ സ്ലോയിലാണ് നടക്കുക. അപ്പോൾ തേസ് തേസ് എന്നുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ധീരെ ധീരെ. ഓക്കെ, ഇനി ജഡ്പഡ് ബർഗദ് തക്ക് പഹൂഞ്ച് ജാത്ത. ബർഗദ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ആൽമരല്ലേ? വാക്കുകളുടെ അർത്ഥം പഠിക്കണേ. അപ്പൊ നമ്മുടെ ജഡ്പഡ് ബർഗദ് തക്ക്, തക്ക് എന്ന് പറഞ്ഞാൽ വരെയല്ലേ? ആൽമരം വരെ പഹൂഞ്ച് ജാത്ത. പഹൂഞ്ചിന എന്ന് പറഞ്ഞാൽ എത്തിച്ചേരാം. അപ്പൊ നമ്മുടെ ജഡ്പഡ് വേഗം നടന്ന് ആദ്യം എവിടെ എത്തും? ആൽമരത്തിനടുത്തെത്തും. ഓക്കെ, ആദ്യം കുളമാണല്ലോ, കുളം കഴിഞ്ഞിട്ടാണ് ആൽമരം അല്ലേ? അപ്പൊ ജഡ്പഡ് കുളമൊന്നും മൈൻഡ് ചെയ്യില്ല, വേഗം പോയിങ്ങാണ്ട് എവിടെ എത്തും? നമ്മുടെ ആൽമരത്തിനടുത്തെത്തുമ്പോൾ തബ് തക്ക്, അപ്പോഴേക്കും നമ്മുടെ നഡ്ഗഡ് പോക്കർ തക്ക് ഹി പഹുഞ്ച് ഹോത്ത. എവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ? നമ്മുടെ പോക്കരടുത്ത് എത്തിയിട്ടുണ്ടാവുള്ളൂ, കുളത്തിനടുത്ത് എത്തിയിട്ടുണ്ടാവുള്ളൂ. ഭയങ്കര സ്ലോ ആണ് അല്ലേ? അപ്പോൾ ഒരുത്തന് ഓടിപ്പോന്നു, മറ്റവൻ സാവധാനം പോകുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ. ദെൻ ജഡ്പഡ് ബാഗ് തക്ക് പഹുഞ്ച് ജാത്ത. ഇനി ജഡ്പഡ് അവിടെ നിന്ന് നിൽക്കൂല, ജഡ്പഡ് അവിടെ നിന്ന് പിഞ്ഞും പോകും. പിഞ്ഞും പോയിട്ട് എവിടെ എത്തും? നമ്മുടെ ബർഗദ് ആൽമരം കഴിഞ്ഞിട്ട് പിന്നെ ബാഗിന്റെ അടുത്തെത്തും, അതായത് നമ്മുടെ പൂന്തോട്ടത്തിനടുത്തെത്തും. അപ്പൊ പൂന്തോട്ടമല്ല, തോട്ടത്തിനടുത്ത് അല്ലേ? തോട്ടത്തിനടുത്തെത്തിയപ്പോ എന്താണ്? തബ് തക്ക് നഡ്ഗദ് ഗേത്ത് തക്ക് ഹി പഹുഞ്ച് ഹോത്ത. നമ്മുടെ നഡ്ഗഡ് എവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ? ഗേത്തിന്റെ അടുത്ത്, വയലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവുള്ളൂ. അതും കഴിഞ്ഞിട്ട് ജഡ്പഡ് വീണ്ടും പോവും. വീണ്ടും പോയിട്ട് ജഡ്പഡ് നമ്മുടെ നദിയുടെ അടുത്തെത്തും. നദി തക്ക് പഹുഞ്ച് ജാത്ത. നദിയുടെ അടുത്തെത്തുമ്പോൾ നഡ്ഗഡ് എവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ? തബ് തക്ക് നഡ്ഗഡ് നാളെ തക്ക് ഹി പഹുഞ്ച് ഹോത്ത. നദിയുടെ തൊട്ട് മുന്നിൽ നാളെയല്ലേ, തോടല്ലുള്ളത്. ഈ ചങ്ങായി അപ്പൊ തോടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവുള്ളൂ. സ്വാഭാവികമായിട്ടും ജഡ്പഡിന് നല്ല ചൂടാവൂലടാ അല്ലെ? ജഡ്പഡ് തിരക്കിട്ട് ഇങ്ങനെ സ്കൂളിലേക്ക് പോവാണ്. ആ പോകുമ്പോൾ മറ്റേ മൊയ്ത് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വായി നോക്കി ഇങ്ങനെ വരുമ്പോൾ ആർക്കായാലും ഏട്ടൻ എന്തായാലും ചൂടാവും അല്ലെ? സോ നോക്ക്, മാംകി ഹിദായത്ത് തി. അമ്മയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ നിർദ്ദേശം അല്ലെങ്കിൽ ഉപദേശം എന്നൊക്കെ പറയാം. അപ്പൊ അമ്മ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. എന്താ അമ്മയുടെ നിർദ്ദേശം? കി, എന്തെന്നാൽ. ഈ ലെഫ്റ്റിലേക്ക് വരുന്ന കീയുടെ അർത്ഥം എന്തെന്നാൽ എന്നാണ്. ഓക്കെ, മുന്നിലേക്കാണെങ്കിൽ ഡേയുടെ ഇങ്ങനെയൊക്കെ പറയും, ഡേയുടെ എന്നൊക്കെയാണ് കാ കേ കി എന്നുള്ളതിന്റെ അർത്ഥം. പക്ഷേ ഈ ലെഫ്റ്റിലേക്കാണ് കീഴുന്നെങ്കിൽ എന്തെന്നാൽ എന്നാണ് അർത്ഥം വരും കേട്ടോ. അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഗ്രാമർ എടുക്കുമ്പോൾ പഠിക്കാം. സോ എന്തെന്നാൽ, എന്തിനാണ് ഇങ്ങനെ? ഈ അമ്മയുടെ ഉപദേശം എന്താന്നാ പറഞ്ഞത്? ജഡ്പഡ്കോ, ജഡ്പഡിന് എന്താണത്? ചോട്ടേ ബായിക്കോ ധ്യാൻ രഖ്ന. ചോട്ടേ ബായി, ആരാ ചോട്ടേ ബായി? നഡ്ഗഡ്. നഡ്ഗഡിനെ ധ്യാൻ രഖ്ന. ധ്യാൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, രഖ് എന്ന് പറഞ്ഞാൽ വെക്കുക എന്നാണ്. ധ്യാൻ രഖ്ന പറഞ്ഞാൽ ശ്രദ്ധ വെക്കുക, അതായത് ശ്രദ്ധിക്കുക അല്ലെ? അപ്പം ചെറിയ അനിയനെ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള നിർദ്ദേശം ആർക്കുണ്ടായിരുന്നു? ജഡ്പഡിനുണ്ടായിരുന്നു. ആരാ നിർദ്ദേശം കൊടുത്തത്? മാനെ, അമ്മയാണ് കൊടുത്തത്. അപ്പൊ അമ്മ പറഞ്ഞിട്ടുണ്ട്, മര്യാദയ്ക്ക് ചെറിയവനെ ശ്രദ്ധിച്ചോണ്ടി, ഓനിങ്ങനെ പതുക്കൊക്കെ നടക്കുള്ളൂ, കുരുത്തക്കേടാണ്, അവനെ ശ്രദ്ധിക്കണം, അവൻ എപ്പോഴും നീ നോക്കണം എന്നൊക്കെ ആര് പറഞ്ഞിട്ടുണ്ട്? അമ്മ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇല്ല മക്കളെ, നിങ്ങളൊക്കെ മൂത്ത കുട്ടികളാണ്, നിങ്ങളെ താഴത്തേക്കുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ നോക്കാനൊക്കെ നിങ്ങളെ ഏൽപ്പിക്കാറില്ലേ? ഏൽപ്പിക്കാറുണ്ട്. നിങ്ങൾ നോക്കലുണ്ടോന്നൊക്കെ കണ്ടറിയാം അല്ലെ? എന്തായാലും നമ്മുടെ ജഡ്പഡ് നല്ല അനുസരണമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് അനിയനോട് സ്നേഹമുണ്ട്, പോരാത്തതിന് അമ്മയെ നന്നായിട്ട് അനുസരിക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? നഡ്ഗഡ് സ്ലോ ആണെങ്കിലും കുരുത്തക്കേടാണെങ്കിലും അവനെ നോക്കി നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടൊക്കെ തന്നെയാണ് ആര് പോവാറുള്ളത്? ജഡ്പഡ് പോവാറുള്ളത്. നഡ്ഗഡ് കോ അപ്പിനെ സാത്ത് ഹി രഖ്ന ഹേ. നഡ്ഗഡിനെ അപ്പിനെ സാത്ത്, സാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ അല്ലെ? തന്റെ കൂടെ തന്നെ, ഹി എന്ന് പറഞ്ഞാൽ തന്നെ എന്നർത്ഥം. തന്റെ കൂടെ തന്നെ രഖ്ന ഹേ, വെക്കണം, തന്റെ കൂടെ തന്നെ കൂട്ടണം എന്നുള്ളതായിരുന്നു അമ്മയുടെ നിർദ്ദേശം. ഓക്കെ, ശ്രദ്ധിക്കണം അല്ലെ? ശ്രദ്ധിക്കണം മോനെ, ഇവനെ എപ്പോഴും ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ ഇവനെ കൂടെ തന്നെ നിർത്തണം എന്നുള്ളത് അമ്മയുടെ ഒരു ഹിദായത്ത് നിർദ്ദേശമായിരുന്നു അല്ലെ? ഇനി അടുത്ത പാരഗ്രാഫ് നോക്ക്. ഇസിലിയെ, അതുകൊണ്ട്, അതായത് അമ്മയുടെ ഈ നിർദ്ദേശമുള്ളത് കൊണ്ട്, ജഡ്പഡ് കോ ആകെ നിക്കൽ ജാനെ പർ. ജഡ്പഡ് മുന്നോട്ട് പോകുന്നതിന്റെ സമയത്ത്, മുന്നോട്ട് പോകുന്ന സമയത്ത്, നിക്കൽ ജാന, നിക്കൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടുക, പുറത്തെടുക്കുക എന്നൊക്കെയാണ്. ഇവിടെ മുന്നോട്ട് പുറപ്പെടുക എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകുക എന്നുള്ള അർത്ഥമല്ലോ കേട്ടോ. ആകെ എന്ന് പറഞ്ഞാൽ മുന്നോട്ട്. ഓക്കെ, അപ്പം നമ്മുടെ ജഡ്പഡ് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോവല്ലേ, സ്കൂളിലേക്ക് പോവാണല്ലോ. ആ പോകുന്ന സമയത്ത് പീച്ചെ മുട്ട്കർ, നിങ്ങൾ ഈ പട്ടാളക്കാരൊക്കെ പീച്ചെ മുട്ട്, ബയേ മുട്ട് എന്നൊക്കെ പറയലുണ്ടല്ലോ. മുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിയാന്നാണ് അർത്ഥം. ഓക്കെ, മുട്ട്കർ, ഈ കർ എന്നൊരു വെർബിന്റെ കൂടെ വരുമ്പോൾ അതിന് കൊണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ മുഡ്ന എന്ന് പറഞ്ഞാൽ തിരിയുക, കർ എന്ന് പറഞ്ഞാൽ കൊണ്ട്. അപ്പൊ മുട്ട്കർ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞുകൊണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നല്ല അർത്ഥം. ബൈറ്റിന അല്ലെ? ബൈറ്റ് അല്ലെങ്കിൽ ബൈറ്റിന എന്നൊക്കെ പറഞ്ഞാൽ ഇരിക്കുക എന്നാണ് അർത്ഥം. ബൈറ്റ് കർ എന്ന് പറഞ്ഞാലോ ഇരുന്നു കൊണ്ട്. അതേ
അതേപോലെ ചൽന എന്ന് പറഞ്ഞാൽ നടക്കുക എന്നല്ലേ, അപ്പൊ ചൽക്കർ എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ട്. പഠന എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നാണ്, പഠിക്കർ എന്ന് പറഞ്ഞാൽ പഠിച്ചുകൊണ്ട്. അപ്പൊ ഒരു വെർബിന്റെ കൂടെ കർ വന്നാൽ കൊണ്ട് എന്നാണ് അർത്ഥം വരിക, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ എന്താ, പീച്ചേ മുടുക്കർ, പീച്ചെ എന്ന് പറഞ്ഞാൽ പറകിലല്ലേ, പീച്ചേ മുടുക്കർ എന്ന് പറഞ്ഞാൽ പിറകോട്ട് തിരിഞ്ഞുകൊണ്ട്. ആര്, നമ്മുടെ ജഡ്പട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ പിറകോട്ട് തിരിക്കും അല്ലെ, പിറകോട്ട് തിരിഞ്ഞുകൊണ്ട് ദേക്കിന നോക്കും. ഓക്കെ, ദേക്കിന പഠിത്താന്നാ പറഞ്ഞേ, നോക്കേണ്ടി വരും. ആർക്ക്, ജഡ്പടിന് ഇടക്കിടക്ക് പിറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരും, കാരണം മറ്റേ മൊയ്ത് കുറേ ബാക്കിലാവും അല്ലെ. ഇനി എന്താ, ഉനേം അവന് നടുകടുക്കോ പുക്കാർക്കർ ജൽദി ചലനെ കേലിയെ കഹന പഠിത്ത. ഇടക്കിടക്ക് എന്ത് ചെയ്യേണ്ടി വരും ഇവന്, പുക്കാർക്കർ, പുക്കാറാണ് ഒച്ചത്തിൽ വിളിക്കുക, ഒച്ചത്തിൽ വിളിച്ചുകൊണ്ട് ജൽദി ചലനെ കേലിയെ പെട്ടെന്ന് നടക്കാൻ. ജൽദി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടത്താം, ജൽദി ചലനെ കേലിയെ, കേലി എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നല്ലേ. അപ്പൊ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് അവനോട് കഹന പറയേണ്ടി വരാറുണ്ട് എന്ന്. അപ്പം ഇങ്ങനെ ബാക്കോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് പാടാ പഹയാന്ന് അറിയില്ലേ. അപ്പം പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് ദേഷ്യം പിടിച്ചിട്ട് നമ്മുടെ ജഡ്പട് ഇടക്കിടക്ക് എന്ത് ചെയ്യും, ആ അനിയൻ എങ്ങനെ വിളിക്കേണ്ടി വരും, കാരണം ചങ്ങ എപ്പോഴും സ്ലോ ആണ്. ഇനി ബാർ ബാർ പല തവണ റുക്ക് കർ, റുഖ്ന എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നാണ് അർത്ഥം. അപ്പൊ റുക്ക് കർ, കർ എന്ന് പറഞ്ഞാൽ കൊണ്ടെന്നല്ലേ, അപ്പൊ റുക്ക് കർ എന്ന് പറഞ്ഞാൽ നിന്നുകൊണ്ട്. പല തവണ നമ്മുടെ ജഡ്പട് വേഗത്തിൽ പോകുമ്പോൾ ഇടക്ക് അവിടെ നിൽക്കേണ്ടി വരും, നിന്നുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും, നടുകെടുക്ക. ഇന്ദസാർ കർണ പഠിത്ത, ഇന്ദസാർ കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തിരിക്കുക എന്നാണ് അർത്ഥം. അപ്പം നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ജഡ്പട് നദീൻ്റെ അടുത്ത് എത്തുമ്പോൾ മറ്റോണ് നാളെ അല്ലേ, അതായത് അരുവിൻ്റെ അടുത്തൊക്കെ തോടിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ നെഡ്ഗഡിനെ കാത്ത് ജഡ്പടിന് നിൽക്കേണ്ടി വരും, റുക്ക് കർലെ, അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഇന്ദസാർ കർണപ്പെടുത്താത്തല്ലേ, അവിടെ കാത്തിരിക്കേണ്ടി വരാറുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി നോക്കേ, കബി ചിലപ്പോഴൊക്കെ, എപ്പോഴും ഇല്ല എന്നാൽ ചിലപ്പോഴൊക്കെ, സ്കൂൾ ജാനെ കേലിയെ സ്കൂളിലേക്ക് പോകുമ്പോൾ അല്ലെ സ്കൂളിൽ പോകാൻ വേണ്ടി, ദേരി ഹോത്തി ദേക്ക് നേരം വൈകാറുണ്ട്. ദേർ എന്ന് പറഞ്ഞാൽ നേരം അല്ലെ, ദേരി ഹോത്തി ദേക്ക് പറഞ്ഞാൽ വൈകാറ് അല്ലെ, വൈകുക. അങ്ങനെ വൈകുന്ന സമയത്ത് അതിന്റെ സ്ലോ കാരണം ചിലപ്പോഴൊക്കെ ഈ മക്കൾ സ്കൂളിലെത്താനൊക്കെ നേരം വൈകും. അങ്ങനെയുള്ള സമയത്ത് നഡ്ഗഡ്ക ഹാത്ത് പക്കെടുക്കാർ, നേരം വൈകിന്ന് തോന്നുമ്പോൾ നമ്മുടെ ജഡ്പട് പിന്നൊന്നും നോക്കാൻ നിൽക്കില്ല, എന്ത് ചെയ്യും, നഡ്ഗഡിന്റെ കൈക്കങ്ങോട്ട് പിടിക്കും, ഇങ്ങോട്ട് പാടാന്ന് അറിയില്ലേ, എന്നിട്ട് എന്ത് ചെയ്യും, അപ്പിനെ സാത്ത് ദൗഡാനാബി പഠിത്താത്ത, നേരം വൈകി കഴിഞ്ഞാൽ പിന്നെ ജഡ്പടിനെ നടത്തില്ല, പിന്നെ ഓട്ടാണ്. ദൗഡിനാറിന് എന്താ, ഓടുക, ദൗഡാനാറിനെ ഓടിപ്പിക്കുക, ജഡ്പടിനെ കയ്യും പിടിച്ചിട്ട് ഓടാൻ തുടങ്ങും. ഓക്കെ, ഇതാണ് പരിപാടി. ഇനി എന്താ, ജഡ്പട് പരേഷാൻ ഹോ ജാത്ത, ജഡ്പടാണ് ഫുള്ള് ബേജാറാ. ഞാനതാ പറഞ്ഞ നേരത്തെ, ബേജാറമ്മാവനാണ്. നേരം വൈകിയാലും മാഷൊന്നും തല്ലു കിട്ടുന്നൊക്കെ ജഡ്പടിന് ഭയങ്കര പേടിയാ. എന്നാൽ നെഡ്ഗഡിന് ഇതൊന്നൊരു വിഷയം കേട്ടോ, കാരണം കുരുത്തം കെട്ട ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവില്ല കുറേ ആൾക്കാർ നേരം വൈകിയാലേ എന്ത് മൂപ്പര് ചിലപ്പം പുറത്താക്കും, അല്ലെ രണ്ട് തല്ലേരും പോയി പണിയൊക്കെ പറയും അല്ലേ, ഇങ്ങനെയുള്ള ചില കുറിപ്പുകൾ ഉണ്ടാവും. പക്ഷേ ജഡ്പട് അങ്ങനല്ല, ജഡ്പട് പാവാണ്, അവന് നേരം വൈകിയൊന്നും ക്ലാസ്സിൽ എത്തുന്ന ഇഷ്ടമല്ല, നല്ല കുട്ടിയാണ്. അപ്പൊ ജഡ്പട് എന്ത് ചെയ്യും, പരേഷാൻ ഹോ ജാത്ത, പരേഷാൻ എന്ന് പറഞ്ഞാൽ ടെൻഷനാവും അല്ലേ, പരിഭ്രാന്തനാവും, എന്തിന് നേരം വൈകുമെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ഓർ ഗർ ലൗട്ട് കർ, ലൗട്ട്ന എന്ന് പറഞ്ഞാൽ മടങ്ങിയെത്തുക. ലൗട്ട്ന നേരത്തെ നമ്മൾ വാപ്പസാന എന്ന് പറഞ്ഞില്ല, വാപ്പസാന വാപ്പസ് ജാന എന്നൊക്കെ പറഞ്ഞില്ല, അതേമാതിരത്തെ വാക്കാണ് ലൗട്ട്ന. അപ്പം മടങ്ങുക കേട്ടോ. ലൗട്ടക്കർ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് മടങ്ങി എത്തിക്കൊണ്ട്. ഓക്കെ, മടങ്ങിക്കൊണ്ട് എന്ത് ചെയ്യും, മാംസേ ഷിക്കായത്ത് കർത്ത, ഷിക്കായത്ത് എന്ന് പറഞ്ഞാൽ പരാതി എന്നാണ് അർത്ഥം. ഷിക്കായത്ത് എന്ന് പറഞ്ഞാൽ പരാതി, ഷിക്കായത്ത് കർണ എന്ന് പറഞ്ഞാൽ പരാതി പറയാം. നേരെ വീട്ടിലെത്തും, സ്കൂളിൽ പോകാൻ നേരം വൈകി കഴിഞ്ഞാൽ നേരെ വീട്ടിലെത്തും. നേരം വൈകി അന്ന് ദിവസം ചിലപ്പോൾ തല്ലൊക്കെ കിട്ടുമല്ലോ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജഡ്പട് വേഗം ബേജാറായി അമ്മൻ്റെ അടുത്ത് വന്നിട്ട് പരാതി പറയും. ഷിക്കായത്ത് കർണ, എന്താ പരാതി പറയാ, മാം അമ്മേ എന്താണ്, ചോട്ടാ ബഹുത്ത് പരേഷൻ കർത്താ ഹേ, ഈ ചെറിയണ്ടല്ലോ ഈ ചെക്കനെ നഡ്ഗഡ്, ഇവൻ എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കണ്ടിട്ട് അമ്മേ. എന്നിട്ട് എന്താ പറയാ, അപ്പൊ അമ്മ എന്താ പറയാ, ചോട്ടാ ഹേനാ, ചെറിയോനല്ലടാ വിട്ടേക്കെന്ന് പറയില്ലേ. മാ മുസ്കുരാതെത്തി, അമ്മ ഒരു പുഞ്ചിരി നൽകും. മുസ്കുര എന്ന് പറഞ്ഞാൽ പുഞ്ചിരി, ദേന എന്ന് പറഞ്ഞാൽ കൊടുക്കുക. അമ്മ ഒരു പുഞ്ചിരി കൊടുക്കും. ഇവിടെ ജഡ്പട് പരാതി പറയുമ്പോൾ നഡ്ഗഡിനോട് അമ്മക്ക് കൂടുതൽ വാത്സല്യം, ചെറിയ കുട്ടികളോട് കൂടുതൽ സ്നേഹം ഉണ്ടാവും അല്ലേ, മിക്ക അമ്മമാർക്കും അങ്ങനെയാണ്. അപ്പം അമ്മ മുസ്കുരാതെത്തി, അമ്മ ചിരിച്ചോണ്ട് പറയും, എടാ ചെറിയോനല്ലടാ. എന്നിട്ട് എന്താ പറയാ, ഓർ ബടേക്കത്തോ ചോട്ടേക്കാ ധ്യാൻ രഖ്നാ ഹി പഠിത്താ ഹേ, ബടേക്കാത്തോ വലിയവരല്ലടാ, എന്ത് ചോട്ടേക്കാത്തോ ചെറിയോനെ എന്ത് ചെയ്യേണ്ടത്, ചെറിയവരെയൊക്കെ ധ്യാൻ രഖ്ന ശ്രദ്ധിക്കേണ്ടത്, മൂത്തയ്യല്ലേ ചെറിയോനെ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, ആരെ സമാധാനിപ്പിക്കാൻ നോക്കും, ജഡ്പടിനെ സമാധാനിപ്പിക്കാൻ നോക്കും. ജഡ്പടിനെ സമാധാനമാകുമോ, ജഡ്പടിൻ്റെ ഉള്ളിൽ നല്ല കരി ഉണ്ടാവും അല്ലേ, കാരണം എല്ലാ കുരുത്തക്കേട് ഓനപ്പിക്കുന്നു, എന്നിട്ട് പ്രശ്നം മൊത്തം എനിക്ക് ഇല്ല എന്നിട്ട് ഓൻ്റെ ഭാരം ഞാനും ചുമക്കണം. ഇതായിരിക്കും ജഡ്പടിൻ്റെ മനസ്സിലുണ്ടാവും അല്ലേ. ജഡ്പട് ജുൻജിലാത്ത, ജുൻജിലാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം പിടിക്കുക എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. ദേഷ്യം പിടിക്കുക, ദേഷ്യം പിടിച്ചിട്ട് പിറുപിറുക്കുക എന്നൊക്കെയാണ് ജുൻജിലാല എന്ന വാക്കിനർത്ഥം. അപ്പോൾ ജഡ്പടിന് ദേഷ്യം വരും, കാരണം അമ്മൻ്റെ ഈ വാക്കെല്ലാം പ്രതീക്ഷിച്ചത്. അമ്മ നമ്മുടെ ജഡ്പട് പരാതി പറഞ്ഞപ്പോൾ എന്താ പ്രതീക്ഷ ഉണ്ടാവുക, നെഡ്ഗഡിനെ വിളിച്ച് അമ്മ നാളെ കൊടുക്കും, അല്ലെങ്കിൽ നെഡ്ഗഡ് ഇനി മേലെ കുരുത്തക്കേട് ചെയ്യരുത് ഏട്ടൻ പറഞ്ഞ കേക്ക് എന്നൊക്കെ പറയുന്നതാണ് വിചാരിച്ചത്. പക്ഷെ അതിലെല്ലാം അമ്മൻ്റെ മറുപടി ഉണ്ടായത്. അപ്പൊ നമ്മുടെ ജഡ്പട് ജുൻജിലാത്ത, ജഡ്പടിന് ദേഷ്യം വരും. എന്താ പർ കൊച്ച് കഹിനപ്പാത്ത, പക്ഷെ അവനൊന്നും പറയില്ല കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി അമ്മനോട് തല്ലും കിട്ടും. അതുകൊണ്ട് എന്താണ്, അവനൊന്നും മിണ്ടൂല, അവനൊക്കെ സഹിച്ചിരിക്കും. ഇതിനെന്താണ് ബടാത്ത,
ജഡ്പടനെ ചിന്തിക്കും, ഞാൻ വലിയവനല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല, ഈ മൊയ്തലെ നോക്കണ്ടേ അല്ലേ, ഞാൻ എന്താണ് ചോട്ടേക്ക ധ്യാൻ തോ ഉസേ രഗിനാഹീത്ത, ചെറിയവനെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തല്ലേ, എൻ്റെ എന്നോടല്ലോ പറഞ്ഞത്, അപ്പം പിന്നെ സഹിക്കണ്ടേ. ഞാനെന്താ ലേക്കിൻ ഉസേ ലഗ്ത, പക്ഷെ അവന് തോന്നാറുണ്ട്, ലഗിനാറിനാ തോന്നാണ് അർത്ഥം കേട്ടോ. അപ്പം ജഡ്പടന് തന്നെ തോന്നാറുണ്ട് എന്ത് കി എന്തെന്നാൽ നഡ്ഗഡ് കുച്ച് ജ്യാദാ ഹി നഡ്ഗഡ് ഹേ, ജ്യാദ എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്ന അർത്ഥം. നമ്മുടെ നഡ്ഗഡ് കുറച്ചധികം നഡ്ഗഡാണെന്ന്. നഡ്ഗഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ മക്കളെ? കുരുത്തക്കേട് എന്നല്ലേ, കുസൃതി എന്നല്ലേ. അപ്പൊ ഈ നഡ്ഗഡ് പേര് പറയുന്ന പോലെ തന്നെ അതിനെക്കാട്ടും വലിയ കുരുത്തക്കേടാണെന്ന് ആർക്ക് തോന്നുകയാണ്? നമ്മുടെ ജഡ്പടിന് തോന്നുകയാണ്. ഈ ചങ്ങായിക്ക് വെറുതെ കണ്ടറിഞ്ഞിട്ട പേരാണല്ലോ എന്നുള്ളതൊക്കെ തോന്നുകയാണ്. ദെൻ രാസ്ത ചൽത്തെ, വഴിയിലൂടെ നടക്കുമ്പോൾ, ഓക്കെ, രാസ്താറിന വഴിയല്ലേ, വഴിയിലൂടെ നടക്കുന്ന ഇനി നഡ്ഗഡിന്റെ ചില കുരുത്തക്കേടുകളാട്ടോ പറയുന്നത്. ശ്രദ്ധിച്ച് എന്തൊക്കെ കുരുത്തക്കേടുകൾ അവൻ ഒപ്പിക്കില്ല, എന്തുകൊണ്ടാണ് സ്കൂളിൽ പോകാൻ നേരം വൈകണമെന്ന് നോക്കാം. രാസ്തേ ചലത്തെ, വഴിയിലൂടെ നടക്കുമ്പോൾ രുക്ക് കർ, രുക്കിനാറിന നിൽക്കുകയല്ലേ, ഈ ചെങ്ങായി അവിടെ നിൽക്കും. നിന്നിട്ട് ഇവൻ എന്താ ചെയ്യുക? പോഖർ കെ പാനി കെ അന്തർ കി മച്ചിലിയോ, ഈ പോക്കർ കുളത്തിലല്ല ആദ്യത്തുക, കുളത്തിലെ പാനി, കുളത്തിലെ വെള്ളത്തിന്റെ അന്തർ ഉള്ളിൽ ആരുണ്ട്? മച്ചിലിയാമുണ്ട്. മച്ചിലിയാം എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങൾ, മീനുകൾ. കുളത്തിൽ കുറെ മത്സ്യങ്ങളൊക്കെ ഉണ്ട്. ആ മത്സ്യങ്ങളെയും അതേപോലെ പാനിക്കെ ഊപ്പർ, ആ വെള്ളത്തിന്റെ മേലെ ആരുണ്ട്? ബത്തക്കയും ഉണ്ട്. ബത്തക്കല്ല, ആരാ? ബത്തക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറാവ്. ബത്തക്ക എന്ന് പറഞ്ഞാൽ താറാവുകൾ. അപ്പൊ കുളത്തിന്റെ വെള്ളത്തിന്റെ ഉള്ളിൽ മത്സ്യങ്ങളുണ്ട്, കുളത്തിന്റെ വെള്ളത്തിന്റെ മേലെ ആരുണ്ട്? കുറെ താറാവുകളുണ്ട്. ഇതൊക്കെ ചെങ്ങായി എന്ത് ചെയ്യും? ദേഖ്നേ ലഗ്താ ഹേ, നോക്കാൻ തുടങ്ങും. ഇതാണ് ഇവന്റെ പരിപാടി. അപ്പൊ നേരം വേഗണതിന്റെ ഒരു കാരണം എന്താ? കുളത്തിനടുത്തെത്തുമ്പോൾ ഇങ്ങനെ നോക്കിക്കും, എന്ത് ആ മീനുണ്ടല്ലോ, ആ താറാവുണ്ടല്ലോ, ഇതെന്നെ പരിപാടി. അപ്പൊ ഇത് കുറെ നേരം ഇങ്ങനെ വായി നോക്കിക്കൊണ്ട് ഈ ചങ്ങായി അവിടെ കുറെ ലേറ്റ് ആവും. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോവോ? ഇല്ല. ഞാൻ അടുത്ത സ്ഥലത്തെത്തുമ്പോൾ എന്താ സംഭവിക്കണം നോക്ക്. ബർഗദ് കി ഊപ്പർ സേ നീച്ചെ ആത്തി ജഡയെ പക്കടുക്കർ, അടുത്തായിട്ട് ആൽമരത്തിന്റെ അടുത്തല്ലേ, ബർഗദിന്റെ അടുത്തല്ലേ. ആ ബർഗദ് കി ഊപ്പർ സേ, ഊപ്പർ എന്ന് പറഞ്ഞാൽ മുകളിലല്ലേ, ആ ആൽമരത്തിന്റെ മുകളിൽ നിന്ന് നീച്ചെ ആത്തി, താഴേക്ക് വരുന്ന, ഊപ്പർ എന്ന് പറഞ്ഞാൽ മുകളിൽ, നീച്ചെ എന്ന് പറഞ്ഞാൽ താഴെ അല്ലേ. അപ്പം ആൽമരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന എന്തുണ്ട്? ജഡേ. ജഡ എന്ന് പറഞ്ഞാൽ വേര് എന്നർത്ഥം. ജഡേ എന്ന് പറഞ്ഞാൽ വേരുകൾ. കണ്ടുണ്ടാവും മക്കളെ, ആൽമരത്തിന്റെ മേലെ നിന്ന് കുറെ ഇങ്ങനെ വേരുകൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ തൂങ്ങി നിന്നിട്ട് ഇങ്ങനെ അതിങ്ങനെ കൊമ്പായിട്ട് മാറുന്നത് കണ്ടിട്ടില്ലേ, തടിയായിട്ട്. അപ്പൊ ഈ ആൽമരത്തിന്റെ വേരുകളിൽ തൂങ്ങിയാണെന്നൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടാവും അല്ലേ. ഈ ചങ്ങായി എന്താ ചെയ്യണേ? നഡ്ഗഡ് ആൽമരത്തിനടുത്ത് എത്തിക്കഴിഞ്ഞാൽ വലിയ ആൽമരാവും, ആൽമരത്തിൽ ഒരുപാട് വേരുകൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. ആ ജഡേ പക്കടുക്കർ, പക്കട് എന്ന് പറഞ്ഞാൽ പിടിക്കുക, പക്കടുക്കർ എന്ന് പറഞ്ഞാൽ പിടിച്ചുകൊണ്ട് അല്ലെ. അപ്പൊ പിടിച്ചുകൊണ്ട് ജുൽനെ ലഗ്താ ഹേ, എന്ത് ചെയ്യാൻ തുടങ്ങും? ആടാൻ തുടങ്ങും. ജുൽന എന്ന് പറഞ്ഞാൽ ആടുക. ഓക്കെ. അപ്പം രണ്ടാമത്തെ കുരുത്തക്കേട് എന്താ? ആദ്യത്തെ കുരുത്തക്കേട് കുളത്തിൽ വായി നോക്കിക്കും, മീനിനെ അതേപോലെ താറാവിനൊക്കെ നോക്കിക്കും. രണ്ടാമത്തെ കുരുത്തക്കേട് എന്താ? ആൽമരത്തിന്റെ വേരും പിടിച്ചിട്ട് ജുൽനെ ലഗ്താത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കുത്തിരിക്കും. ഓഹൈ ഓഹൈ എന്നിട്ട് ആർസം പോണ മാതിരി അല്ലേ. സോ നോക്കേ, ഗേത്തുമേ, ഇനി അതും കഴിഞ്ഞിട്ട് കുറച്ചു നേരം അവിടെയും വായി നോക്കിന്ന്, പിന്നെ ചിലപ്പോൾ ജഡ്പട് വിളിക്കുമ്പോൾ അവിടുന്ന് നീച്ചു പോവുക അല്ലേ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെത്തും? വയലിലെത്തും. മര്യാദയ്ക്ക് വയലിന്റെ വരമ്പ് കൂടെ പോയാൽ മതി. അതിന് പകരം ഈ കുരിപ്പ് എന്താ ചെയ്യാൻ നോക്ക്? വയലിൽ ഗുസ്കർ, നേരെ വയലിലേക്ക് അങ്ങോട്ട് ഗുസ്കർ, പ്രവേശിച്ചുകൊണ്ട്. ഗുസ്നാറിനെ പ്രവേശിക്കുക, ഗുസ്കർ പ്രവേശിച്ചുകൊണ്ട്, അതായത് വയലിലേക്ക് ചാടി കയറും. ഓക്കെ. എന്നിട്ട് ഗാനേക്ക് കോയി ചീസ്, ചീസ് എന്ന് പറഞ്ഞ വസ്തു എന്നല്ലേ അർത്ഥം. അപ്പൊ ഗാനേക്ക്, ഘനാന തിന്ന അല്ലെ, തിന്നാനുള്ള കോയി ചീസ്, തിന്നാനുള്ള എന്തെങ്കിലും, കോയി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അല്ലെ, എന്തെങ്കിലും വസ്തുക്കൾ ആ പാടത്തിന്റെ വല്ല നെല്ലോ ഗോതമ്പോ എന്തെങ്കിലും ആരെങ്കിലൊക്കെ വെച്ചിട്ടോ. അത് ഇവന്റെ പറമ്പാണോ? ഇവന്റെ പറമ്പ് ഇവന്റെ വലിയമ്മന്റെ പറമ്പൊന്നല്ല, ആരുടെയോ പറമ്പ്. അതൊരു രസമാണല്ലോ അല്ലെ. നമ്മുടെ കയ്യിലുള്ള തിന്നുമ്പോൾ ത്രില്ല് ഉണ്ടാവില്ല, അതിലൊരു ത്രില്ലില്ലല്ലോ. ആരാന്റെ കിട്ടുമ്പോൾ നല്ല രസം, ആരാന്റെ മാവിന് വല്ല തെറിയുമ്പോഴല്ല നമുക്കൊരു ഇൻട്രസ്റ്റ് അല്ലേ. അപ്പൊ എന്തായാലും നഡ്ഗഡ് ആ ടൈപ്പാണ്. അവന് പാടത്തെത്തുമ്പോൾ നേരെ പാടത്തേക്ക് ഒരൊറ്റ പോക്കാം. എന്നിട്ട് അവിടെ എന്തെങ്കിലും തിന്നാനുണ്ടോ എന്ന് ഗോജിനെ ലഗ്താ ഹേ, ഗോജിനാറിനെ അന്വേഷിക്കുക, തെരഞ്ഞെടുക്കും. വല്ല നെല്ലുണ്ടോ, ഗോതമ്പുണ്ടോ, പയറുണ്ടോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഇങ്ങനെ തപ്പി നടക്കും. ഇനി ബാഗ്സെ, അവിടെ നിന്നും കുറെ നേരം വായി നോക്കിയതിന് ശേഷം പിന്നെ എവിടേക്ക് എത്തുക? തോട്ടം. നേരെ വരുന്ന തോട്ടത്തേക്ക് പോവാം. ഒരു ഭാഗത്ത് തീറ്റ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഭാഗത്തേക്ക് പോവാണ് അല്ലെ. തോട്ടത്തിലൂടെ എന്ത് ചെയ്യും? ബാഗ്സെ, തോട്ടത്തിലൂടെ ഗുജർനെ പർ, ഗുജർന പറഞ്ഞാൽ സഞ്ചരിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ തോട്ടത്തിലൂടെ ഇങ്ങനെ നടക്കും ചങ്ങായി. തോട്ടത്തിൽ കൂടെ പോകേണ്ട ആവശ്യമൊന്നും വരില്ല, ആരാന്റെ പറമ്പാണ്, അതിലൂടെ അങ്ങോട്ട് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? ആം യാ അമ്രൂദ്, ആം എന്ന് പറഞ്ഞാൽ മാങ്ങ, അമ്രൂദ് പറഞ്ഞാൽ പേരക്ക. നോട്ട് ചെയ്ത് നോക്കണേ. അപ്പം മാങ്ങയോ പേരക്കയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ആ തോട്ടത്തിൽ. വല്ല ഫ്രൂട്ടിന്റെ തോട്ടമായിരിക്കും, പഴത്തോട്ടമായിരിക്കും അല്ലെ, ഓർച്ചഡ്. അങ്ങനെ ആ തോട്ടത്തിലൂടെ പോയിട്ട് അവിടെയുള്ള മാങ്ങയും അല്ലെങ്കിൽ പേരക്കൊക്കെ എന്ത് ചെയ്യും? തോടിനെ ലഗ്താഹേ, തോടിന് പറഞ്ഞാൽ പൊട്ടിക്കുക, പറിച്ചെടുക്കും. ഓക്കെ. നേരെ മാങ്ങ പേരക്കൊക്കെ ഉണ്ടാവും, കയറി പറിക്കും അല്ലെങ്കിൽ എറിഞ്ഞു പറിക്കും അല്ലേ. ദെൻ നാളെ അത് കഴിഞ്ഞ് നേരെ എവിടെ എത്തും? നാളെ നമ്മുടെ അരുവിയിലെത്തും. അരുവി മര്യാദയ്ക്ക് ക്രോസ് ചെയ്യാനുള്ള ചെറിയൊരു തോടാണ്. ആ തോടിലൂടെ ക്രോസ് ചെയ്ത് മര്യാദയ്ക്ക് പോയാൽ മതി. പക്ഷേ ഈ കുരിപ്പ് എന്താ ചെയ്യാൻ നോക്ക്? എന്താ? നാളേക്കോ ഉദർ സേ ഇദർ ഓർ ഇദർ സേ
ഉദർ. ഇതർ ഉദർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ. ആ തോടിന്റെ ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും എന്ത് ചെയ്യുന്ന പറഞ്ഞത്, ചലാങ്ക് ലഗാക്കർ കുതിച്ച് ചാടും. ചലാങ്ക് ലഗ എന്ന് പറഞ്ഞാൽ കുതിച്ച് ചാടും അല്ലേ. കുതിച്ച് ചാടിക്കൊണ്ട് പാർ കർണേക്ക ഗേൽ ഗേലിനെ ലെക്താത്ത. പാർ കർണ എന്ന് പറഞ്ഞാൽ മുറിച്ച് കിടക്കുക. ഓക്കെ, ഈ നദി മര്യാദയ്ക്ക് നടന്നിട്ട് പോയാൽ മതി, അത്ര വെള്ളം ഇല്ലാത്തൊരു തോടാ. ഇത് ചെങ്ങായി എന്താ വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് ചാടും അവിടുന്ന് ഇങ്ങോട്ട് ചാടും, അങ്ങനെ ക്രോസ് ചെയ്യും. ഓക്കെ, അതൊരു കളിയായിരുന്നു എനിക്ക്. ദെൻ മറ്റെന്താ, നദിക്കെ പുൽക്കോ. നദി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പുഴ അല്ലേ, അവസാനമായിട്ട് വരുത്തുന്ന പുഴയിലല്ലേ. ആ പുഴയുടെ പുൽ എന്ന് പറഞ്ഞാൽ പാലം എന്നാണ് അർത്ഥം. അപ്പം വലിയ നദിയാണ്, നല്ല ഒഴുക്കുള്ള വെള്ളമാണ്, അതിന്റെ മേലെ കൂടി ഒരു പാലുണ്ട്. ആ പാലത്തിലൂടെ ജൽദീസെ പാർ കർണേക്കെ, ജൽദീസ് പറഞ്ഞാൽ വേഗത്തിൽ അല്ലേ, പാർ കർണ പറഞ്ഞാൽ മുറിച്ച് കിടക്കുക. ആ ഒരു പാലം, നദിയുടെ പാലം വേഗത്തിൽ മുറിച്ച് കിടക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്ക്, പാർ കർണേക്കെ ബജായ്. ബജായ് എന്ന് പറഞ്ഞാൽ പകരം, അതായത് നദിക്കെ പുൽ ജൽദീസെ പാർ കർണേക്കെ ബജായ് എന്ന് പറഞ്ഞാൽ നദിയിലൂടെയുള്ള ആ പാലം, നദിക്ക് കുറുകെയുള്ള പാലം പെട്ടെന്ന് മുറിച്ച് കിടക്കുന്നതിന് പകരം ഈ ചെങ്ങായി എന്താ ചെയ്യുക, ഉസ്കി ഇൻഡേർസെ, മുണ്ടേർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരപ്പറ്റ് ഉണ്ടല്ലോ, പാലത്തിന്റെ കൈവരികൾ, പാലത്തിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു കൈവരിയായിട്ട് കെട്ടിയിട്ട് ആൾക്കാർ വീണ് പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഉറപ്പിനെ അല്ലേ, ആ കൈവരിന്റെ മേലെ നിന്നുകൊണ്ട് ഇവൻ എട്ടിക്കാർ അതിന്റെ ഓരം ചേർന്ന് നിൽക്കുക. എട്ടിക്കിനാർന്നാൽ നിൽക്കുക എന്നാണ് അർത്ഥം, തങ്ങി നിൽക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഇവിടെ ഉദ്ദേശം എന്താണ്, ആ ഒരു കൈവരിയിൽ ഇങ്ങനെ ചാരി നിന്നുകൊണ്ട് ഇവൻ എന്ത് ചെയ്യും, നീച്ചെ ബഹത്തി, ബഹന എന്ന് പറഞ്ഞാൽ ഒഴുകുക എന്നാണ് അർത്ഥം. നീച്ചെ ബഹത്തി എന്ന് പറഞ്ഞാൽ താഴെ ഒഴുകുന്ന, നദീക്കോ നദിയിലേക്ക് എന്ത് ചെയ്യും, നിഹാറിനെ ലക്താഹെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. നിഹാറിനെ നോക്കുക, നിരീക്ഷിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ കുറേ നേരം ഇങ്ങനെ താഴത്തെ പുഴയിലേക്ക് ഇങ്ങനെ കൈവരിമേൽ നിന്നാണ്ട് ഇങ്ങനെ താഴോട്ട് നോക്കി നിൽക്കും. വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ. ഈ ചെങ്ങായിയൊക്കെ എപ്പോഴാണ് സ്കൂളിൽ എത്തുക. അപ്പോൾ എന്തൊക്കെ കുരുത്തക്കേടാ ചെങ്ങായി ചെയ്യണമെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ആദ്യം കുളത്തിന്റെ പോക്കറിന്റെ അടുത്തെത്തും, അവിടെ ചെന്നിട്ട് ബത്തക്ക് ഓർ മച്ചിലി അല്ലേ, അതായത് നമ്മുടെ താറാവുകളെയും അതേപോലെ തന്നെ മത്സ്യങ്ങളെയും ദേഖ്നെ ലക്താ അല്ലേ നോക്കി നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഇവൻ എന്താ ചെയ്യുക, നേരെ നമ്മുടെ ഇത് ബർഗത്തെത്തും, ആൽമരത്തിന്റെ അടുത്തെത്തും. ഉസ്കെ ജഡേ പക്കെടുക്കർ, അതിന്റെ വേര് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ജുൽനെ ലക്താ അല്ലേ, നേരെ എന്ത് ചെയ്യാൻ തുടങ്ങും, ആടാൻ തുടങ്ങും. അത് കുറച്ചേരാ കലാപരിപാടി കഴിയും. അത് കഴിഞ്ഞിട്ട് നേരെ ഗേത്ത് തക്ക പോകും അല്ലെ, നേരെ വയലിലേക്ക് എത്തും. വയലിലെത്തി കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ഗാനയ്ക്ക് കൊയി ചീസ് തലാഷ്തേ അല്ലേ, നേരെ എന്ത് ചെയ്യും, കഴിക്കാൻ എന്തെങ്കിലും വസ്തുക്കൾ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കും. അതും കഴിഞ്ഞ് നേരെ ബാഗ് തക്ക പോകും. നേരെ എവിടേക്ക് എത്തും, നമ്മുടെ വയലിലേക്ക് എത്തും, തോട്ടത്തിലേക്ക് എത്തും അല്ലേ. തോട്ടത്തിലെത്തി കഴിഞ്ഞാൽ എന്താ ചെയ്യുക, വഹം ആം ഓർ അമ്രൂദ് ഹേലേ, അവിടെ എന്തൊക്കെ ഉണ്ടാവും, മാങ്ങയോ അതല്ലെങ്കിൽ നമ്മുടെ പേരക്കയൊക്കെ ഉണ്ടാവും. തോടിനെ ലക്താഹലേ, അതെന്ത് ചെയ്യാൻ തുടങ്ങും, പറിച്ചെടുക്കാൻ തുടങ്ങും. അതും കഴിഞ്ഞിട്ട് പിന്നെ നാളെ അല്ലേ, അതായത് നമ്മുടെ അരുവിയുടെ അടുത്തെത്തും. അതെന്ത് ചെയ്യും, ചലാങ്ക് ലഗാക്കർ പാർക്കറിനാക്കി കോശിഷ് കർത്തേ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ തുടങ്ങും, ചലാങ്ക് ലഗാക്കർ കുതിച്ച് ചാടിക്കൊണ്ട് അതിങ്ങനെ എന്ത് ചെയ്യാൻ, അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മുറിച്ച് കിടക്കാൻ, പാർക്കറിനാക്കി കോശിഷ് കർത്തേ അല്ലേ, മുറിച്ച് കിടക്കാൻ വേണ്ടി ശ്രമിക്കും. അത് കഴിഞ്ഞിട്ട് നദിക്ക് പുല്ലാനെ പറലേ, അതായത് നദിയുടെ പാലത്തിന്റെ മേലെ എത്തുന്ന സമയത്ത് ഈ ചെങ്ങായി എന്താ ചെയ്യുക, നീച്ചെ ബഹത്തെ പാനിക്കോ ദേഖ്തേ ഹേ അല്ലേ, താഴെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. വല്ലാത്തൊരു ചെങ്ങായി. ഓക്കെ, ബർഗറിന്റെ കാര്യം അടിച്ചിട്ടുണ്ട്, വിശപ്പ് ഇങ്ങനെ മാറുന്നില്ല, എമ്പക്കെട്ടുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നോക്കാം. ഏക് ദിൻ തോ, അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, നമ്മുടെ കഥയുടെ പ്രധാന സംഭവം നടക്കുന്നത്, നഡ്ഗഡിനെ ഹദ് ഹി കർദി, ഒരു ദിവസം നഡ്ഗഡ് എല്ലാ പരിധികളും ലംഘിച്ചു. ഹദ് ഹി കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിധി ലംഘിക്കുക എന്നാണ് അർത്ഥം. അതായത് ഇങ്ങനൊക്കെ കുരുത്തക്കേട് കളിക്കുകയാണെങ്കിലും ഒരിക്കൽ പോലും വലിയ കുഴപ്പത്തിലേക്കൊന്നും നഡ്ഗഡ് ചെന്ന് ചാടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ദിവസം ജഡ്പഡിന് പോലും നിയന്ത്രിക്കാനാവാത്തൊരു വലിയ തെറ്റാര് ചെയ്യാൻ പോവാണ്, നമ്മുടെ നഡ്ഗഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതെന്താ പ്രശ്നം എന്ന് അറിയണ്ടേ, നോക്കിക്കോ. ദോനോം ബായി സ്കൂൾ സേ ലൗട്ട് രഹത്തെ, രണ്ട് കുട്ടികളും കൂടി സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയാണ്, മടങ്ങി വരികയാണ്. ലൗട്ട്ന എന്ന് പറഞ്ഞാൽ മടങ്ങി വരിക അല്ലെ, രണ്ടുപേരും മടങ്ങി വരികയാണ്. നദീക പുൽ ആയ, അങ്ങനെ ആദ്യം തന്നെ അവർ നദിയിലെത്തുക, നദിയുടെ പാലത്തിനടുത്തെത്തി, പുൽ പാലം അല്ലെ, പാലത്തിനടുത്തെത്തി. അപ്പോൾ നഡ്ഗഡ് പുൽ പർ ചടിനേക്കെ ബച്ചായ്, ബച്ചായ് എന്ന് പറഞ്ഞാൽ പകരം എന്നല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, പകരം അല്ലെ. അപ്പം നദിയിലെത്തി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, നദിയിലെടുത്തെത്തി കഴിഞ്ഞാൽ പാലത്തിലേക്ക് കയറണ്ടേ. പക്ഷെ നമ്മുടെ നഡ്ഗഡ് എന്തായത്, പുൽപർ ചടിനേക്കെ ബജായ്, ചടിന എന്ന് പറഞ്ഞാൽ കയറുക എന്നാണ് അർത്ഥം. ചടിനേക്കെ ബജായ്, കയറുന്നതിന് പകരം ഈ ചെങ്ങായി എന്ത് ചെയ്തു, നീച്ചെ ഉത്തർഗയ, ഉത്തർന എന്ന് പറഞ്ഞാൽ ഇറങ്ങുക, ചടിന എന്ന് പറഞ്ഞാൽ കയറുക, ഉത്തർന എന്ന് പറഞ്ഞാൽ ഇറങ്ങുക. അപ്പോൾ പാലത്തിന്റെ മേലേക്ക് സ്റ്റെപ്പ് ഉണ്ടാവും അല്ലെ, പാലത്തിന്റെ മേലേക്ക് കയറുന്നതിന് പകരം ഈ കുരിപ്പ് എന്ത് ചെയ്തു, താഴേക്ക് ഇറങ്ങി. താഴേക്ക് ഇറങ്ങി പറഞ്ഞാൽ വെള്ളത്തിനടുത്തേക്ക് പോയി അല്ലേ. എന്തിനാ പോണത്, ഓർ നദി കിനാരെ ജാ പഹുഞ്ച, എന്നിട്ട് എവിടെ എത്തി, നദിയുടെ കിനാരെ, നദിക്കരയിലേക്ക് എത്തി, അല്ലെങ്കിൽ നദിയുടെ അടുത്തേക്ക് എത്തി. ഓക്കെ, പക്ഷെ ഇതൊന്നും പാവം ജഡ്പഡ് അറിയില്ല കേട്ടോ. ജഡ്പഡ് പുറകിൽ നഡ്ഗഡ് വരുന്നുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ വലിച്ച് നടക്കാവൂലേ. അപ്പോൾ മറ്റാൾ ബാക്കിലുണ്ടെന്ന് വിചാരിച്ച് നടക്കുകയാണ്. ഈ കുറിപ്പാണെങ്കിൽ ഏട്ടൻ അറിയാതെ നല്ല താഴേക്ക് ഇറങ്ങി. ഇനി എന്താ സംഭവിക്കണത്, ബസ്തേമേം
അതായത് ബസ്ത എന്ന് പറഞ്ഞാൽ ബാഗ്. നമ്മുടെ നഡ്ഗഡിന്റെ പുറത്ത് ബാഗ്, സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ അടുത്ത് ബാഗ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവന്റെ ബാഗിൽ പഹലേ സേ ബനാക്കർ, പഹലേ എന്ന് പറഞ്ഞാൽ മുമ്പേ തന്നെ ഇവൻ ബനാക്കർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബന്ന എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക, ഉണ്ടാക്കല്ലേ, ഉണ്ടാക്കി വെച്ചിട്ടുള്ള രക്കി വെച്ചിട്ടുള്ള എന്താണ് കാഗസ് കി ദോ നാവേം. കാഗസ് എന്ന് പറഞ്ഞാൽ കടലാസ് എന്നാണ് അർത്ഥം. ഓക്കെ, നാവ് എന്ന് പറഞ്ഞാൽ തോണി, വഞ്ചി. അപ്പം 2 കടലാസിന്റെ തോണികൾ മച്ചാന് നേരത്തെ തന്നെ സ്കൂളിൽ ചിലപ്പോൾ ഇതായിരിക്കും മച്ചാന് പരിപാടി അല്ലേ. ചില കുട്ടികൾ അങ്ങനെയല്ല, മാഷ് ക്ലാസ് എടുക്കുമ്പോൾ വീട്ടിൽ എന്ത് ചെയ്യും, ക്ലാസ് കുത്തി നല്ല റോക്കറ്റ് ഉണ്ടാക്കലും പക്ഷീനെ ഉണ്ടാക്കലും മൂതി പറപ്പിച്ച് അപ്പുറത്തെ പെൺകുട്ടീൻ്റെ മുടിമക്കെറിയലും ഇതൊക്കെ കലാപരിപാടികളാണല്ലേ, നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതേപോലെ നമ്മുടെ മച്ചാന് പരിപാടി എന്തായിരുന്നു, നല്ല മൂപ്പര് ആദ്യം പ്ലാൻ ചെയ്തു, തിരിച്ചു വരുമ്പോൾ ഏട്ടനെ പറ്റിച്ച് കണ്ട് പുഴയിൽ പോയിട്ട് കടലാസ് തോണി ഒഴുക്കി കളിക്കണം എന്നൊക്കെയുള്ള ഒരു പ്ലാൻ മൂപ്പർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്കൂളിൽ തന്നെ മൂപ്പര് എന്ത് ചെയ്തു, നേരത്തെ തന്നെ, സ്കൂളിൽ നിന്നാണോന്ന് അറിയില്ല, എന്തായാലും നേരത്തെ തന്നെ 2 കടലാസ് തോണിയൊക്കെ ഉണ്ടാക്കിയിട്ട് ബാഗിലെടുത്ത് വെച്ചിരുന്നു. ആ കടലാസ് തോണി അവൻ എന്ത് ചെയ്തു, നിക്കാലി, പുറത്തെടുത്തു. ഓക്കെ, നിക്കലിനെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പുറത്തെടുക്കുക, അല്ലെങ്കിൽ പുറത്ത് പോവുക എന്നൊക്കെയാണ് പറയുക അല്ലേ. ഇവിടെ പുറത്തെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഓർ ഏക്ക് കർക്കെ, ഒന്നൊന്നായി. ഓക്കെ, ഓരോ തോണിയായിട്ട് എന്ത് ചെയ്തു, ബഹത്തെ പാനീമേൻ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ചോടുതി ഇട്ടു. ചോടുന്ന പറഞ്ഞാൽ ഉപേക്ഷിക്കുക, ഇടുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഈ മച്ചാൻ എന്ത് ചെയ്തു, 2 ബാഗിൽ നിന്ന് 2 കടലാസ് തോണി എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് നദിയിലേക്ക് വെച്ചു. അന്തസ് അല്ലേ. ഇതാണ് മൂപ്പരുടെ പരിപാടി. നാവേം ബഹുചലി. അപ്പൊ പതുക്കെ നമ്മുടെ എന്ത് ചെയ്തു, തോണികൾ ഇങ്ങനെ ഒഴുകിപ്പോയി. പുഴയിൽ ഒഴുക്കല്ലേ, നല്ല ഒഴുക്കുണ്ടാവല്ലോ. അപ്പം എന്ത് ചെയ്തു, ആ വെള്ളത്തിൽ തോണി ഇങ്ങനെ ഒഴുകിപ്പോയി. അപ്പോൾ നഡ്ഗഡ് ഗുഷ് ഷോക്കർ, നഡ്ഗഡ് ഭയങ്കര സന്തോഷമായി. ഗുഷ് എന്ന് പറഞ്ഞാൽ സന്തോഷം അല്ലേ. സന്തോഷം കൊണ്ട് ഇവൻ എന്താ ചെയ്തത്, താലി ബച്ചാനയിലേക്കാ, കൈയടിക്കാൻ തുടങ്ങി. താലി ബച്ചാന പറഞ്ഞാൽ എന്താ, കൈയടിക്കുക അല്ലേ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഹായ്, എന്റെ തോണിയത്തെ പോണേന്ന് പറഞ്ഞാട്ട് മൂപ്പര് ഉയർച്ചത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, കൈയടിക്കാൻ തുടങ്ങി. ഉദർ പുൽപർ പഹൂഞ്ച് ചുക്കേ, അതായത് നമ്മുടെ പാലത്തിന്റെ അപ്പുറത്തെത്തിയാര്, നമ്മുടെ ജഡ്പട്. അപ്പൊ പാലത്തിന്റെ ഉദർ അപ്പുറത്തെത്തിയപ്പോൾ ജഡ്പടിനെ പീച്ചേ മുടുക്കർ ദേക്ക, ജഡ്പട് സ്ഥിരം ചെയ്യുന്ന പോലെ പീച്ചേ മുടുക്കർ പുറകോട്ട് തിരിഞ്ഞുകൊണ്ട് ദേക്ക നോക്കി. അപ്പോൾ നഡ്ഗഡ് നഹി ദിക്ക, ആരെ കാണാനില്ല, നഡ്ഗഡിനെ കാണാനില്ല. ജഡ്പട് ഗബുരാഗയ, ഗബുരാന എന്ന് പറഞ്ഞാൽ പരിഭ്രമിക്കുക അല്ലെ, ഭയപ്പെടുക. ജഡ്പട് ആകെ പരിഭ്രാന്തനായി അല്ലേ. ദെൻ കി എന്തെന്നാൽ നഡ്ഗഡ് കഹാഗയ, ഈ നഡ്ഗഡ് എവിടെ പോയി എന്ന് വിചാരിച്ചിട്ട് ഇവൻ ആകെ ബേജാറായി. കാരണം അത്ര പിറകിലൊന്നും ഇവനെ സാധാരണ ഉണ്ടാവാറില്ല. താലി ബജ്നേക്ക് ആവാസ് സുൻകർ, അപ്പോഴാണ് താഴെ നിന്ന് എന്ത് കേൾക്കുന്നത്, താലി ബജ്നേക്ക് ആവാസ്, കൈയടിക്കുന്ന ശബ്ദം. ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദം അല്ലേ, കൈയടിക്കുന്ന ശബ്ദം. സുൻകർ, സുനിന പറഞ്ഞാൽ കേൾക്കുക, സുൻകർ എന്ന് പറഞ്ഞാൽ കേട്ടുകൊണ്ട്. നീച്ചേതേക്ക, നമ്മുടെ ജഡ്പട് നീച്ചേതേക്ക, താഴേക്ക് നോക്കി. പാലത്തിനടിയിൽ നിന്ന് ആരോ കൈയടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. താഴേക്ക് നോക്കിയപ്പോൾ എന്താ കാണുന്നത്, തോ നഡ്ഗഡ് നീച്ചേ നദി കിനാരെ ഗഡാദിക്ക, എന്താ കാണുന്നത്, നദിയുടെ അടുത്തായിട്ട് നമ്മുടെ നഡ്ഗഡ് ഇങ്ങനെ ഇരുന്ന് കൈയടിക്കുന്നതാണ് ഇവൻ കാണുന്നത് അല്ലേ. ദേഷ്യം വരെ അഞ്ഞോടെയും പോണോ, എന്ത് ചെയ്തു, ജഡ്പട് കോസ് പർ ബഡാ ഗുസ്സായ, ഗുസ്സ എന്ന് പറഞ്ഞാൽ ദേഷ്യം അല്ലെ, ബഡാ ഗുസ്സ, ഭയങ്കര ദേഷ്യം വന്നു ജഡ്പടിന്. ആരുടെ മേല്, ഉസ് പർ, അവന്റെ മേൽ, ആരുടെ, നഡ്ഗഡിന്റെ മേൽ ഭയങ്കര ദേഷ്യം വന്നു. ഉടനെ എന്ത് ചെയ്തു, ജോർ സേ ചില്ലാക്കർ ബോല, ചില്ലാന എന്ന് പറഞ്ഞാൽ കൂക്കി വിളിക്കല, ഉച്ചത്തിൽ വിളിക്കുക. ജോർ സേ, ഉച്ചത്തിൽ, ഭയങ്കര ഉച്ചത്തിൽ ഇവൻ എന്ത് ചെയ്തു, കൂക്കി വിളിച്ചു, ആർത്ത് വിളിച്ചു. എന്താ, അരെ ചോട്ടെ, ചെറിയോനെ എന്താ വിളിച്ചത്, തും വഹാ നീച്ചേ ക്യാ കർ രഹേ ഹോ, എന്ത് കുന്താണ് അവിടെ താഴെ ചെയ്യണമെന്ന് ചോദിച്ചില്ലേ. ഉറക്കങ്ങോട്ട് വിളിച്ചു വെച്ചു, നീ എന്താ അവിടെ താഴെ കാട്ടുന്നതെന്ന് ചോദിച്ചു. നഡ്ഗഡിനെ ചൗങ്ക് കർ ഊപ്പർ ദേക്ക, നഡ്ഗഡിനെ ചൗങ്കിനാന്നാ ഞെട്ട് അല്ലേ. അപ്പോൾ ഒരു ഞെട്ടലോടെ ഇവൻ എന്ത് ചെയ്തു, ഞെട്ടിക്കൊണ്ട് മേലോട്ട് നോക്കി. പെട്ടെന്നാണ് എനിക്ക് ബോധം വന്നത്, അയ്യോ ചേട്ടൻ അല്ലേ. പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് മുകളിലേക്ക് നോക്കി. ഓർ നദി കിനാരെ രകാപിന ബസ്ത ഉടാനെ കേലിയെ ചുക്ക, അവൻ പെട്ടെന്ന് തന്നെ ചെയ്തു, അവന്റെ ബാഗൊക്കെ ഊരിങ്ങാണ്ട് താഴ്ത്തു വെച്ചിരുന്നു, നദിയുടെ കിനാരയില്ല, നദിയുടെ അടുത്ത് വെച്ചിരുന്നു. അത് പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടി ചുക്കിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുനിയുക എന്നാണ് അർത്ഥം. ഓക്കെ, ചുക്ക എന്ന് പറഞ്ഞാൽ കുനിഞ്ഞു. അവൻ ബാഗ് എടുക്കാൻ വേണ്ടി ഒന്ന് ഇങ്ങോട്ട് കുനിഞ്ഞു. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്, അച്ചാനക്, പെട്ടെന്ന്, അച്ചാനക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഉസ്കാ പാവ്, അവന്റെ കാല്, പാവ് എന്ന് പറഞ്ഞാൽ കാല് കേട്ടോ, അവന്റെ കാലെന്തായി, ഫിസല, തെന്നിപ്പോയി, തീർന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്, എന്തായി, കാല് വഴുതിപ്പോയടോ. വഴുതിട്ട് എന്തായി, ഓർ വഹ് പാനി മേം ഗിർപ്പട, നേരെ ചെങ്ങായി വെള്ളത്തിലേക്ക് വീണ്, ഇവിടെ ഗുരിപ്പ് വെള്ളത്തിലേക്ക് വീണ്. ഇനിയിപ്പോ നോക്കേണ്ടി വരില്ലല്ലോ. എന്തായി, പാനിക്ക ബഹാവ് തേസ്ത, ബഹാവ് എന്ന് പറഞ്ഞാൽ ഒഴുക്ക്, ബഹന എന്ന് പറഞ്ഞാൽ ഒഴുകുക എന്നാണ്, ബഹാവ് എന്ന് പറഞ്ഞാൽ ഒഴുക്ക്. പാനിക്ക ബഹാവ്, വെള്ളത്തിന്റെ ഒഴുക്ക് എന്തായിരുന്നു, തേസ്ത, തേസ്ത എന്ന് പറഞ്ഞാൽ അതിവേഗം അല്ലേ, വളരെ വേഗത്തിലായിരുന്നു. ഓർ നഡ്ഗഡ് കോ തൈർന നഹിയാത്ത, അപ്പൊ എങ്ങനെ ഇരിക്കണ്, നഡ്ഗഡിനാണെങ്കിൽ നീന്താനും അറിയില്ല, തൈർന പറഞ്ഞാൽ നീന്തല്. ഹാപ്പി ബർത്ത്ഡേ, അപ്പൊ ടാറ്റ ബൈ ബൈ അല്ലേ. അപ്പൊ ഏട്ടനോട് മേലെ നിന്ന് കാണിച്ചിട്ടുണ്ടാവും, ഏട്ടാ ടാറ്റ, ഞാൻ പോയി, ഞാൻ കടലിൽ കാണാൻ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പൊ എന്തായി, നഡ്ഗഡിന്
നീന്താൻ അറിയില്ല. അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ചോട്ടാ സാഹിത്തോ, അവൻ ചെറുതല്ലേ, ചെറിയൊരു കുഞ്ഞോനാണ്, 2ാം ക്ലാസ് പഠിക്കുന്ന ചെങ്ങായിയാണ്, 3ാം ക്ലാസ് പഠിക്കുന്ന ചെങ്ങായിയാണ്. എന്താ സംഭവിച്ചത്? ബഹ് ഗയ, അവൻ എന്ത് ചെയ്തു? ഒഴുകി അങ്ങോട്ട് പോയി അല്ലെ, നീന്താനും അറിയില്ലല്ലോ. ഡൂബത്തെ ഉത്തരാത്തെ ദൂർ ജാനയിലക, നേരെ ഇങ്ങനെ ഡൂബത്തെ ഉത്തരാത്തെ, ഡൂബിന് പറഞ്ഞാൽ മുങ്ങ് അല്ലെ, മുങ്ങി ചെങ്ങായി ദൂരേക്ക് ഇങ്ങനെ പോയി. ആരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്? മേലെ പാലത്തും വന്ന് ജഡ്പടുതൊക്കെ കാണുകയാണ്, അനിയൻ വെള്ളത്തേക്ക് വീണതും മുങ്ങി ഇങ്ങനെ പോണത് അല്ലേ. ഓക്കെ, ഇനിയിപ്പോൾ എന്താ സംഭവിക്കണേ? ജഡ്പട് എന്ത് ചെയ്യും? നമുക്ക് നോക്കാം. ജഡ്പട് കോ തൈർന ആത്താത്ത. പക്ഷെ ഇവിടെ ജഡ്പട് കാര്യക ശരി മോയന്റെ മാതിരി ഇങ്ങനെ നേരെ വാന്നാണെങ്കിലും ആള് മിടുക്കനാണ്, ആൾക്ക് നീന്താൻ അറിയാമായിരുന്നു. തൈർന ആത്താത്ത അല്ലെ, നീന്തൽ അറിയാമായിരുന്നു. അതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ, കാരണം ഇവരുടെ ക്യാരക്ടർ സ്കെച്ച് ഒക്കെ എഴുതുമ്പോൾ രണ്ടുപേരുടെയും പ്രത്യേകതകൾ പഠിക്കണം. ഓപ്പോസിറ്റ് ആണല്ലോ. ഓക്കെ, ദെൻ ഉസ്നെ ജഡ് അപ്ന ബസ്ത പീഡ് സെ ഉത്തരാക്കർ പുൽക്കി മുഡേർ പർ രഖ. അപ്പോൾ ഇനി ജഡ്പടിനോട് വേഗത്തിൽ കാര്യം ചെയ്യാൻ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അവൻ എന്ത് ചെയ്താലും പെട്ടെന്നാവുമല്ലോ. അപ്പൊ ജഡ്പട് എന്ത് ചെയ്തു? ജഡ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? അപ്ന ബസ്ത, തന്റെ ബാഗ് പീഡ് സെ ഉത്തരാക്കർ, പീഡ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ചെയ്തു, ഉത്തരാക്കർ പുറത്തുനിന്ന് ഊരി അല്ലെ, ഊരി ഉത്തരനാറിന ഊരി അല്ലെ, ഊരി ഇറങ്ങാന്നൊക്കെ പറയും. ഇവിടെ ഊരാന്നുള്ള അർത്ഥാണ്, പുറത്തുനിന്ന് ഊരി, ബാഗ് ഊരി. എന്നിട്ട് എന്ത് ചെയ്തു? പുൽക്കി മുണ്ടേർപ്പർ രേഖ, ആ പാലത്തിന്റെ പേരപ്പറ്റിന്റെ മേലെ വെച്ചു ബാഗ്. എന്നിട്ട് എന്താ ചെയ്തത്? ഓർ നദീമേൻ കുതുപട, പിന്നും നോക്കിയില്ല, പാലത്തിന്റെ മേലെ നിന്ന് നദിയിലേക്ക് ഒരേറ്റ ചാട്ടം. കുതിനാറിന ചാട് അല്ലെ, അനിയനാണ് ഒഴുകി പോണേ, ഇനി കാത്തുന്നിട്ട് കാര്യമില്ല, എന്ത് ചെയ്തു? പാലത്തിന്റെ മേലെ നിന്ന് നദിയിലേക്ക് ചാടി. ഇനി ഫുള്ള് നായകൻ വന്നിട്ടേ തൊടി ദൂർ, അപ്പൊ കുറച്ച് ദൂരം എന്ത് ചെയ്തു? തൈർനേക്കെ ബാദ്, നീന്തിയതിന് ശേഷം, തൈർന നീന്തലാണ്, ഓർത്ത് വെക്കുക. നീന്തിയതിനു ശേഷം ഉസ്നെ നടുകടുക്കോ പക്കട് ദിയ, സമാധാനായി. എന്ത് ചെയ്തു? അവൻ ആരെ പിടിച്ചു? നടുകടിനെ പിടിച്ചു. എങ്ങനെയൊക്കെയോ, പക്കടിനാറിന പിടിക്കുക അല്ലെ. ഓർ കിനാരെ പർ ലേ ആയ, എങ്ങനെയൊക്കെ അവനെ കരയിലേക്ക് കൊണ്ടുവന്നു. ലേനാറിന കൊണ്ടുവരിക അല്ലെ, നേരെ കൊണ്ടുവന്നു. ദെൻ ലേനാറിനെ എടുക്കുക എന്നാണ്, കൊണ്ടുവരിക എന്നുള്ള അർത്ഥം ഉണ്ട് കേട്ടോ, ഇവിടെ കൊണ്ടുവരിക എന്നുള്ള അർത്ഥമാണ് ലേന. ദെൻ ജഡ്പടുക്കോ ഇത്തിന ഗുസ ആരഹ, ജഡ്പടിന് നല്ല ദേഷ്യം വന്നു. ഇവൻ പറഞ്ഞേക്കാതെ താഴെ പോയി കണ്ട് വെള്ളത്തിൽ വീണല്ലേ, ജഡ്പടിന് നല്ല ദേഷ്യം വന്നു. എന്താ ചെയ്തത്? കി നഡ്ഗഡ്കോ ദോ ജാപ്പഡ് ലഗായേ, കിട്ടേണ്ടതായിരുന്നു അല്ലേ. നഡ്ഗഡിന് 2 അങ്ങോട്ട് കൊടുത്തു. ജാപ്പഡ് എന്ന് പറഞ്ഞാൽ അടിയില്ലേ, നല്ല ശക്തമായിട്ട് നഡ്ഗഡിന് 2 പൊട്ടിച്ചു കൊടുത്തു. പർ നഡ്ഗഡ് ഇത്തിന ഡര, പക്ഷെ നഡ്ഗഡാണെങ്കിൽ ഭയങ്കര ഡരാറിന പേടിയില്ലേ, ആകെ പേടിച്ചിക്കായിരുന്നു, മുങ്ങി ചാവാൻ നിന്നതല്ലേ, പേടിച്ചിക്കായിരുന്നു. അപ്പൊ അടി കിട്ടിയിട്ടൊന്നും മൂപ്പർക്ക് ഒരു കോസലില്ല, അതിനും വലിയ അപകടത്തിന് വന്നതല്ലേ അല്ലേ. എന്താ? ഗബരായ ഹുവാത്ത കി ഉസേ ചോട്ടെ ബായി പർ പ്യാർ ആകയ, അപ്പോൾ ഇവനാകെ പേടിച്ച് കുറച്ച് അടി കിട്ടിയിട്ടൊന്നും കരയുന്നില്ലല്ലോ. അപ്പൊ ഇത് കണ്ടപ്പം ആകെ പരിഭ്രാന്തനായിട്ട്, ഗബരായ അല്ലെ, ആകെ പരിഭ്രാന്തനായിട്ട് നമ്മുടെ ജഡ്പടിന് തന്റെ ചെറിയ കുട്ടി ആദ്യം 1 അടി കിട്ടിയില്ല, 2 കിട്ടിയപ്പോൾ എന്തായി? അയ്യോ വേണ്ടിയില്ലേ എന്നുള്ള തോന്നലായി ആർക്ക്? ജഡ്പടിന്. അപ്പൊ ജഡ്പടിന് അനിയനോട് ഭയങ്കര സ്നേഹമാണ്. ഇതിപ്പോ ദേഷ്യം കൊണ്ട് അടിച്ചു പോയതാണ്, നിയന്ത്രിക്കാൻ കഴിയാഞ്ഞിട്ട് അല്ലേ. അടിച്ച ശേഷം അനിയനോട് എന്തായി? പ്യാർ ആകയ, ഒരു സ്നേഹം വന്നു അല്ലെ. അപ്പൊ എന്തായി? ഉസ്നെ നടുകടുക്ക ഹാത്ത് പക്കടേ ഉസ്കാ ബസ്ത ഉടായ, ഉടനെ തന്നെ അവൻ എന്ത് ചെയ്തു? അനിയന്റെ ഹാത്ത് പക്കടണം അല്ലെ, നേരെ കൈ പിടിച്ചു. എന്നിട്ട് അവന്റെ ബസ്ത ഉടായ, അവന്റെ ബാഗും എടുത്തു. താഴെ ബാഗ് ഉണ്ടായിരുന്നല്ലോ, ആ ബാഗും എടുത്തു. ഓർ പുൽ തക്ക് പഹുഞ്ചാനെ വാലി ചടായി ചടനയിലേക്ക്, നമ്മുടെ പാലത്തിലേക്ക് വരുന്ന ചടായി ഉണ്ട്. ചടന എന്ന് പറഞ്ഞാൽ കയറുക എന്നല്ലേ, ചടായി എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ്, പടി. രണ്ടുപേരും കൂടി എന്ത് ചെയ്തു? ആ ചടായി, അതായത് നമ്മുടെ പാലത്തിന്റെ സ്റ്റെപ്പ് എന്ത് ചെയ്തു? ചടനയിലക, കയറാൻ തുടങ്ങി. ഓക്കെ, ജഡ്പട് നഡ്ഗഡിന്റെ കൈ പിടിച്ച്, അതേപോലെ തന്നെ നഡ്ഗഡിന്റെ ബാഗ് ജഡ്പട് തോളിലിട്ടുകാണ്ട് നടക്കാൻ തുടങ്ങി. രണ്ടുപേരും കൂടി പാലത്തിലേക്ക് കയറാൻ തുടങ്ങി. പുൽ പർ പഹുഞ്ച ഹീത്ത, അങ്ങനെ രണ്ടുപേരും പാലത്തിന് മുകളിലെത്തി. പാലത്തിന് മുകളിലെത്തിയതും നഡ്ഗഡ് അച്ചാനക്, നഡ്ഗഡ് പെട്ടെന്ന് തന്നെ ഗലാഫാട്ടുകാർ, ഗല എന്ന് പറഞ്ഞാൽ തൊണ്ട അല്ലേ, തൊണ്ട കഴുത്ത് എന്നൊക്കെ പറയും, ഫാട്ടിന് പറഞ്ഞാൽ പൊട്ടുക, ഗലാഫാട്ടുകാർ തൊണ്ട പൊട്ടുമാറി, തൊണ്ട പൊട്ടുന്ന ശബ്ദത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? രോനയിലക, രോന പറഞ്ഞാൽ കരയല്ലേ, കരയാൻ തുടങ്ങി. അപ്പൊ താഴെ നിന്നൊന്നും കരയാതെ മേലെ പാലത്തിന്റെ മേലെ എത്തിയപ്പോഴാണ് കരഞ്ഞത്. താഴെ നിന്ന് കരഞ്ഞിട്ട് മറ്റോ ഇഞ്ഞും തല്ലിടാ, അല്ലെങ്കിൽ തല്ലി വെള്ളത്തിൽ കിടന്നാന്ന് വിചാരിച്ചിട്ടാവൂല്ലേ. എന്തായാലും നേരത്തെ പേടിച്ച് നെട്ടിധരിച്ചിരിക്കായിരുന്നു, ഇപ്പോഴാണ് ബോധം വന്നതെന്ന് തോന്നുന്നുണ്ട്. ആണ്ട് ബോധം വന്നപ്പോൾ പൊട്ടി കരയാൻ തുടങ്ങി. എന്നിട്ട് എന്താ? ജഡ്പടിനെ കഹ, അപ്പൊ ഇത് കേട്ടപ്പോൾ ഇപ്പൊ നേരത്തെ ഒന്നും കരയാതെ, അടി കിട്ടിയപ്പോഴൊന്നും കരയാതെ ഇപ്പം കരയണല്ലോ. ജഡ്പടി ചോദിക്കുകയാണെന്ത്? അബുത്തോ തും ബഹ് ജാനേസെ ബച്ച് ഗയേ ഹോ, എല്ലാ ചങ്ങായിയെ ഇജിപ്പം ബഹ് ജാനേസെ, നീ എന്താ ഒഴുകി പോകുന്നതിൽ നിന്ന് ബച്ച് ഗയേത്തോ, ബച്ചനാറിന രക്ഷപ്പെടും അല്ലേ, നീ രക്ഷപ്പെട്ടില്ലേ, ഇടയ്ക്ക് ഒഴുകി പോകുന്നതെന്ന് രക്ഷപ്പെട്ടില്ലേ. ഫിർ ക്യൂ രോരേ, പിന്നെ ഇപ്പൊ എന്തിനാ കരയണ്? രക്ഷപ്പെട്ടല്ലോ, പിന്നെ ഇനി ഇപ്പൊ എന്തിനാ കരയണെന്ന് ചോദിച്ചു. അപ്പൊ നഡ്ഗഡിനെ രോത്തേ കഹ, അപ്പൊ നഡ്ഗഡ് കരഞ്ഞുകൊണ്ട് പറയാണ് എന്ത്? തും ഗർ ജാക്കർ മാംസേ മേരി ശിക്കായത് കരേക്കെ, സ്ഥിരം ചെയ്യണ പരിപാടി ചെയ്യും, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അമ്മയോട് പരാതി പറയും അല്ലെ, ശിക്കായത് കരേക. അപ്പോൾ അതാണ് നഡ്ഗഡിന് പേടി. കാരണം ഇവിടുന്ന് ഇപ്പൊ കിട്ടിയത് കിട്ടി, ഇനി ഇതിനും വലുതാവും ആരോട് കിട്ടുക? അമ്മയോട് കിട്ടുക. അപ്പൊ അതുകൊണ്ട് ഈ അമ്മയോട് കംപ്ലൈന്റ് പറയില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നഡ്ഗഡ് കരയണേ. അപ്പം നമ്മുടെ ജഡ്പട് എന്താ ചെയ്യണമെന്ന് നോക്ക്, ജഡ്പട് പറയോ? നമുക്ക് നോക്കാം ഇവർ തമ്മിൽ എന്താ ചെയ്യണമെന്നുള്ളത്. നോക്കേ, അഗർ ന കരുത്തോ, അങ്ങനെ ചെയ്തില്ലെങ്കിലോ?
അതായത് ഞാൻ വീട്ടിൽ അമ്മയോട് പരാതി പറഞ്ഞിട്ടില്ലെങ്കിലോ ജഡ്പഡ് ഒന്ന് പേശി നോക്കുകയാണ് എനിക്ക് എന്താ ചെയ്യുക. അപ്പോൾ ജഡ്പഡിന് എന്തോ നട്ഗഡിനെ കൊണ്ട് സാധിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നില്ല, പക്ഷെ പകരം എന്ത് തരുന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. തോ ജോ കഹോ നട്ഗഡ് കാ രോനെ ബന്ദ് ഹോ ഗയാ. അപ്പോൾ അത് കേട്ടപ്പോൾ എന്താ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലോ എന്ന് ഏട്ടങ്ങനെ ചോദിച്ചപ്പോൾ നട്ഗഡ് കരച്ചിലോടെ നിർത്തി. എന്നിട്ട് എന്താ, മുജെ കാഗസ് കി നാവ് ബനാന നഹി ആത്ത. എന്നിട്ട് ജഡ്പഡ് പറയണേ, എനിക്ക് കാഗസ് കി നാവ് കടലാസ് തോണി ഉണ്ടല്ലോ അത് ഉണ്ടാക്കാൻ അറിയില്ല. എന്നിട്ട് പറയണെന്ത്, തും സിക്കാതോകെ ജി എനിക്ക് പഠിപ്പിച്ചല്ലോ. അപ്പൊ എന്താ ജഡ്പഡ് കിട്ടി, നനഞ്ഞിടം കുളിക്കുകയാണ് അല്ലേ. ജഡ്പഡ് കിട്ടി ചാൻസിലും ചോദിക്കുകയാണ്, അല്ല ഇജ്ജ് കടലാസിന്റെ തോണി ഇട്ടല്ലോ, എനിക്ക് ഈ കടലാസ് തോണി ഉണ്ടാക്കാറില്ല, അതിനെ പഠിപ്പിച്ചു തരുമോ? അത് പഠിപ്പിച്ചു തരാണെങ്കിൽ ഞാൻ അമ്മനോട് കാര്യം പറയില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് കേട്ടപ്പോൾ നമ്മുടെ നട്ഗഡിന്റെ റിയാക്ഷൻ നോക്ക്. ഹാ ഉസ്മേ ക്യാ ഹേ, അതിനിപ്പോ എന്താ, അപ്പൊ അത്ര വലിയ പണിയുള്ള കാര്യമാണോ അല്ലേ. നട്ഗഡ് ഖുഷ് ഹോക്കർ പോലെ, നട്ഗഡ് ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞു, യരി പർ മുജെ തൈർനാ നെയ്യാത്ത. അപ്പൊ നട്ഗഡ് തിരിച്ച് അങ്ങോട്ടേക്ക് ഒരു കണ്ടീഷനും കൂടി വെക്കണത്, പക്ഷെ എനിക്ക് നീന്താൻ അറിയില്ല കേട്ടോ. നീന്താൻ അറിയാത്തോണ്ടല്ലേ പൊഴുകി പോയത്. അപ്പൊ നമ്മുടെ നട്ഗഡ് പറയാണ്, എനിക്ക് നീന്താൻ അറിയില്ല, തും സിഗാദോगे ജിന്നെ നീന്തൽ പഠിപ്പിച്ചു തരുമോ? അപ്പൊ ഹാ ഉസ്മേ ക്യാ ഹേ. അപ്പൊ നട്ഗഡ് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ജഡ്പഡ് തിരിച്ചു പറയാണ്, അതിനിപ്പോ എന്താ ജഡ്പഡിനെ മുസ്കുരാത്തെ ഹോയി, ജഡ്പഡ് ചിരിച്ചുകൊണ്ട് അല്ലെ, മുസ്കുരാന പുഞ്ചിരിക്കുക അല്ലെ, ചിരിച്ചുകൊണ്ട് നട്ഗഡ് കെ ശബ്ദോം കി നക്കൽ കർണ അനുകരിക്കുക, കോപ്പി ചെയ്യുക അല്ലെ. അപ്പൊ നേരത്തെ നട്ഗഡ് പറഞ്ഞ അതേ സൗണ്ട് തന്നെ അതിനിപ്പോ എന്താ എന്ന് പറഞ്ഞിട്ട് അതേപോലെ ചിരിച്ചുകൊണ്ട് ജഡ്പഡ് എന്ത് ചെയ്തു പറഞ്ഞു, അതിനിപ്പോ എന്താ ഞാൻ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഒരാൾക്ക് കടലാസ് തോണി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കും, നട്ഗഡ് ജഡ്പഡിന് കടലാസ് തോണി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കും, അതേപോലെ ജഡ്പഡ് നട്ഗഡിന് നീന്താനും പഠിപ്പിച്ചു കൊടുക്കും. ആ കണ്ടീഷനിൽ രണ്ടുപേരും ഈ കാര്യം അമ്മയോട് പറയില്ല എന്നുള്ള ഇതിൽ നിന്നു. ഇനി എന്താ, ദോനോം ബായി ഹസ്പടെ, രണ്ടുപേരും ചിരിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ആ ഒരു നട്ഗഡിനെ കളിയാക്കിക്കൊണ്ട് നട്ഗഡ് പറഞ്ഞ അതേ സൗണ്ടിൽ ജഡ്പഡ് സംസാരിച്ചില്ലേ. അപ്പോൾ രണ്ടുപേരും ആ തമാശ ആസ്വദിക്കുന്ന രീതിയിൽ ചിരിച്ചു. ഹസ്നാർന ചിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി ലേക്കിൻ പക്ഷേ ജഡ്പഡിനെ നട്ഗഡ് കാ ബസ്ത ഉടേ പക്കടുക്കാർ പുൽക്കി മുൻഡ്രെ പർസെ അപ്ന ബസ്ത ഉടായ. അങ്ങനെ അതിനുശേഷം പിന്നെ എന്ത് ചെയ്തു, നമ്മുടെ ജഡ്പഡിന്റെ അടുത്താണല്ലോ ഇപ്പൊ നട്ഗഡിന്റെ ബസ്ത ബാഗ് ഉള്ളത്. ആ ബാഗ് പിന്നെ ആർക്ക് തന്നെ കൊടുത്തു, നട്ഗഡിനെ കൊണ്ട് തന്നെ എന്ത് ചെയ്തു, പക്കടാക്കർ. പക്കട് എന്ന് പറഞ്ഞാൽ പിടിക്കുക, പക്കടാന എന്ന് പറഞ്ഞാൽ പിടിപ്പിക്കുക, പക്കടാക്കർ എന്ന് പറഞ്ഞാൽ പിടിപ്പിച്ചുകൊണ്ട് അല്ലേ. അതായത് കാര്യങ്ങളൊക്കെ ശരിയായല്ലോ, നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറിയല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്തോ, ബാഗ് നീ എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞാണ്ട് എന്ത് ചെയ്യാണ്, ജഡ്പഡ് നട്ഗഡിന്റെ ബാഗ് എടുത്തിട്ട് നട്ഗഡിന് തന്നെ കൊടുത്തു. എന്നിട്ട് ജഡ്പഡിന്റെ ബാഗ് എവിടെയുള്ളത്, മുണ്ടേർ അല്ലേ, അതായത് നമ്മുടെ പാലത്തിന്റെ പേരപ്പറ്റിന്റെ മേലല്ലേ, ആ ബാഗ് ആര് കൊടുത്തു, ജഡ്പഡ് കൊടുത്തു. എന്നിട്ട് രണ്ടുപേരും എന്ത് ചെയ്യാണ്, തിരിച്ചു പോവാൻ നിൽക്കുകയാണ്. തോ അപ്പോൾ ഏകദം ചിന്തിത് ഹോക്കർ പോല, നമ്മുടെ നട്ഗഡ് പെട്ടെന്ന് എന്തോ ചിന്തിച്ചുകൊണ്ട് പറയാണ്, നട്ഗഡല്ല ജഡ്പഡ് അല്ലെ, ജഡ്പഡ് ഇങ്ങനെ ബാഗ് ഇടുന്നതിനിടയിൽ പെട്ടെന്ന് എന്തോ ചിന്തിച്ചിട്ട് നട്ഗഡിനോട് പറയാണ് എന്ത്, അരേ ചോട്ടെ, എടാ ചെറിയോനെ അനിയ, എന്താണ്, ഹം ദോനോക്കെ കപ്പടെ ബീഗ് ഗയേ ഹേ, നമ്മുടെ രണ്ട് പേരുടെയും കപ്പടെ എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് ഇല്ലേ, ഡ്രസ്സ് എന്തായിട്ടുണ്ട്, ബീഗ് ഗയേ ഹേ, നനഞ്ഞിട്ടില്ലടാ. രണ്ടുപേരും വെള്ളത്തിലല്ലേ, ഒരുത്തൻ വെള്ളത്തിൽ ചാടി മറ്റൊരുത്തൻ വെള്ളത്തിൽ വീണു, രണ്ടുപേരും ആകെ നനഞ്ഞെടുക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ രണ്ടാളും ഡ്രസ്സ് നനഞ്ഞെടുക്കല്ലേ. ഹം ബീഗേ കപ്പടേമേം ദേക്ക, നമ്മളെ ഈ നനഞ്ഞ വസ്ത്രത്തോട് കൂടി കണ്ടാൽ മാം പൂച്ചേക്ക്, അമ്മ ചോദിക്കും, പൂച്ചനാറിനാ ചോദിക്കാട്ടോ, അമ്മ ചോദിക്കും എന്ത്, തോ ക്യാ കഹേഗ. അപ്പൊ നമ്മൾ എന്താ പറയാ, എങ്ങനെ വസ്ത്രം നനഞ്ഞെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ, ജഡ്പഡിൻ്റെതായിരുന്നു സംശയമല്ലേ. അപ്പൊ നട്ഗഡ് എന്താ പറഞ്ഞത്, ഹാ ബഡേ അബ്. അപ്പോൾ അതേ ചേട്ടാ ഇപ്പൊ എന്താ ഇപ്പൊ ചെയ്യാ, നട്ഗഡ് ഇങ്ങനെ ആലോചിക്കാണ്. നട്ഗഡ് കുരുട്ട് ബുദ്ധിയല്ലേ, നട്ഗഡിന്റെ അടുത്താണ് ഐഡിയ ഇല്ലാത്തത്. നട്ഗഡ് എന്ത് ചെയ്തു, നട്ഗഡിനെ ഏക്ക് പൽ സോച്ച, പൽ എന്ന് പറഞ്ഞാൽ നിമിഷം, സോച്ച് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, അങ്ങനെ ഏക്ക് പൽ സോച്ച, ഒരു നിമിഷം നട്ഗഡ് ഇങ്ങനെ ആലോചിച്ചു, എന്താ അപ്പൊ അതിനൊരു മാർഗം അല്ലെ. എന്നിട്ട് എന്ത് ചെയ്തു, ഓർ പോരാ, എന്നിട്ട് പറഞ്ഞു, ഓ ദൗഡ് ലഗാത്താ ഹേ, വാ നമുക്ക് എന്ത് ചെയ്യാം, ദൗഡ് ലഗാത്ത ഹേ, ഓടാം. എന്താ പരിപാടി, ഓടാം. കുറെ ഓടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഉണങ്ങല്ലോ അല്ലെ. ദെൻ ഓക്കെ, കപ്പടെ അപ്പനെ ആപ്പ് സൂഗ് ജായേക, അങ്ങനെ ഓടുകയാണെങ്കിൽ കപ്പടെ അപ്പനെ ആപ്പ്, വസ്ത്രം സ്വയം തന്നെത്താൻ എന്ത് ചെയ്തോളൂ, അപ്പനെ ആപ്പ് എന്ന് പറഞ്ഞാൽ സ്വയം തന്നെത്താൻ അല്ലെ, തന്നെത്താനെ സൂഗ് ജായേക, സൂഗിന പറഞ്ഞാൽ ഉണങ്ങുക, വരണ്ട് പോകാന്നൊക്കെ പറയും, ഇവിടെ ഉണങ്ങുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പം വസ്ത്രം നനഞ്ഞ വസ്ത്രമാണ്, പക്ഷെ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതങ്ങോട്ട് ഉണങ്ങിക്കോളുന്നത്. അപ്പോൾ ആരുടെ ഐഡിയ താ, നമ്മുടെ നട്ഗഡിന്റെ ഐഡിയ അല്ലേ, വാട്ട് ആൻ ഐഡിയ സെർച്ച് ചെയ്യും. ദെൻ എന്ത് ചെയ്തു, അപ്പം ജഡ്പഡിന് അത് നല്ല ആശയമായിട്ട് തോന്നി. അപ്പോൾ യേ ടീക്ക് ഹേ, അത് നല്ലൊരു ഐഡിയ ആണ് അല്ലേ. ഇതിനെന്താ, ജഡ്പഡിനെ അപ്പിന ബസ്ത പീഡ് പർ ടാങ്കത്തെ ഹുയേ കഹ. അപ്പം തന്നെ ജഡ്പഡ് എന്ത് ചെയ്തു, ബാഗ് എടുത്തിട്ട് തന്റെ പീഡ് പർ, തന്റെ പുറത്തേക്ക് എന്ത് ചെയ്തു, ടാങ്കിന് പറഞ്ഞാൽ എന്താ, തൂക്കിടുക. ഓക്കെ, തന്റെ പുറത്തേക്ക് ബാഗ് തൂക്കിട്ടു. അങ്ങനെ രണ്ടുപേരും റെഡി ആയി. ഓക്കെ, ഓടാൻ പോവാണ് അല്ലേ. നട്ഗഡിനെ ബി അപ്പിന ബസ്ത പീഡ് പർ ടാങ്ക് ലിയ. നട്ഗഡും എന്ത് ചെയ്തു, നട്ഗഡിന് ബാഗ് കൊടുത്തല്ലേ ജഡ്പഡ്, നട്ഗഡും ബാഗ് തന്റെ പുറത്തേക്ക് ഇട്ടു. ഓക്കെ, ഇനി എന്താണ്, ഓർ ജഡ്പഡ് കെ ബറാബർ ഗഡേ ഹോക്കർ, അങ്ങനെ ജഡ്പഡിന് ബറാബറായിട്ട് രണ്ടുപേരും ഇങ്ങനെ ചേർന്ന് നിൽക്കണം, ഒരേപോലെ ഓട്ട മത്സരത്തിന് തയ്യാറെടുക്കുന്ന പോലെ. ദൗഡ് ശുരു കർണേക്ക് അന്താസ് മേം പോല, അങ്ങനെ ഓടാൻ റെഡി ആയിക്കൊണ്ട് അവർ പറയണത് 1 2 3 ടോ
അല്ലേ? എന്ത് ചെയ്തു? 1 2 3 എന്ന് പറഞ്ഞാണ്ട് സ്റ്റാർട്ട്. 2 പേരും കൂടി എന്ത് ചെയ്യാൻ തുടങ്ങി? ഓടാൻ തുടങ്ങി. ദോനോം ദൗഡ് പടേ, 2 പേരും ഓടി. ആകെ പീച്ചേ നഹി. സാധാരണ ഓടുമ്പോഴും നടക്കുമ്പോൾ എന്താ സംഭവിക്കല്? ജഡ്പട് മുന്നിൽ പോകും, മറ്റോ ബാക്കിലല്ലേ. ഇപ്പൊ അങ്ങനെയല്ല, 2 പേരും ഒരേപോലെ. ആകെ പീച്ചേ നഹി എന്നല്ല, മുന്നിലും പിറകിലുമായിട്ടല്ല. ഏക് ദൂസരേക്ക് ഹാത്ത് പക്കടേ, 2 പേരും പരസ്പരം കൈ പിടിച്ചിട്ട്. ഏക് ദൂസരെ എന്ന് പറഞ്ഞാൽ പരസ്പരം, അല്ലെ? പരസ്പരം കൈ പിടിച്ചിട്ട് സാത്ത് ഒരുമിച്ചായിരുന്നു ഓടിയിരുന്നത്. കാരണം 2 പേർക്ക് ഒരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? കപ്പടെ സുഖ് ഹോനാ ചാഹിയെ, അല്ലേ? വസ്ത്രം ഉണങ്ങണം. അതിന് വേണ്ടിയിട്ട് 2 പേരും ഓടാൻ തുടങ്ങി. സർദിയം അബി ശുരു നഹി ഹുയി. സർദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് എന്നർത്ഥം. ഇവിടെ ഉദ്ദേശിച്ചത് മഞ്ഞുകാലം അല്ലെങ്കിൽ തണുപ്പ് കാലം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ തണുപ്പ് കാലം അബി ഇപ്പോഴും ശുരു നഹി ഹുയി. ശുരു ഹോന പറഞ്ഞാൽ ആരംഭിക്കുക എന്നർത്ഥം. അപ്പൊ ഇപ്പോഴും തണുപ്പ് കാലം ആയിട്ടില്ല. അതായത് ഇപ്പോഴും നല്ല വേനൽക്കാലാണ്, നല്ല ചൂടുള്ള സമയമാണ്. അപ്പം പിന്നെ ഓടുമ്പോൾ വേഗം ഉണങ്ങൂലേ? ഓക്കെ. എന്നാ വേണേ മൗസം സാഫ്ത, ക്ലൈമറ്റ് ഒക്കെ. മൗസം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ, അല്ലെ? കാലാവസ്ഥ വളരെ സാഫ്, വൃത്തിയുള്ളതായിരുന്നു പറഞ്ഞാൽ വളരെ ക്ലീൻ ആയിരുന്നു. നല്ല തെളിഞ്ഞ, നല്ല സൂര്യനൊക്കെ ഉള്ള കാലാവസ്ഥയായിരുന്നു. ചട്കീലി ധൂപ്, നല്ല തിളക്കമുള്ള വെയിൽ. എന്തായിരുന്നു? നിക്കലി ഹുയീത്തി, അതായത് പുറത്തേക്ക് വന്നിരുന്നു പറഞ്ഞാൽ നല്ല ചൂടുള്ള വെയിലുണ്ടായിരുന്നു. എന്താ? ദോനോം ബായി, 2 സഹോദരങ്ങളും മജേമേൻ ദൗർത്തേ ചലേഗയെ, വളരെ ആവേശത്തോടു കൂടി, മജേമേ എന്നാ പറഞ്ഞല്ലേ, ആനന്ദത്തോട് കൂടിയിട്ട് അവരിങ്ങനെ ഓടാൻ തുടങ്ങി. ഓട്ടം നിർത്തിയിട്ടേ ഇല്ല. അങ്ങനെ എന്ത് ചെയ്തു? നാളാ പാർക്ക് ചെയ്യുക. അവരെന്ത് നദിൻ്റെ അവിടെ നിന്നല്ലേ തുടങ്ങിയത്, പാലത്തിന്റെ മേലെ നിന്നല്ലേ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? ആ ഒരു അരുവി ക്രോസ് ചെയ്തു. അവിടെയും അവർ നിന്നില്ല. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ബാഗ് പാർക്ക് ചെയ്യുക, തോട്ടം മറികടന്നു, അവിടെ നിന്നില്ല. ഗേത്ത് പാർക്ക് ചെയ്യുക, വയൽ ക്രോസ് ചെയ്തു, അവിടെ നിന്നില്ല. ബർഗദ് കോബി പീച്ചെ ചോടുതിയ, അവസാനം ഒരു ആൽമരത്തിന് വരെ പീച്ചെ ചോടുതിയ, പിന്നിലാക്കി. ഓക്കെ, പീച്ചെ ചോടുതിയ പറഞ്ഞാൽ പിറകിലാക്കി, അല്ലേ? അങ്ങനെ ഓടി ഓടി അവസാനം എന്തായി? ലേക്കിൻ പോകർ തക്ക് പഹുഞ്ചത്തെ, അവസാനം അവരെവിടെത്തി? പോകർ തക്ക്, അതായത് നമ്മുടെ ആ കുളത്തിനടുത്തെത്തി. കുളത്തിനടുത്തെത്തിയപ്പോൾ എന്താ സംഭവിക്കുന്നത്? ദോനോം തക്കുകയെ, 2 പേര് ക്ഷീണിച്ചു പോയി. ഓക്കെ, തക്കിന പറഞ്ഞാൽ ക്ഷീണിക്കുക, അല്ലേ? ഓർ രോക്കുകയെ, എന്നിട്ട് അവിടെ നിന്നു. ഓക്കെ, അവിടെ ആ കുളത്തിനടുത്തെത്തിയപ്പോൾ അവിടെ നിന്നു. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത്? കപ്പടെ സൂക്ക് ഗയെ ചോട്ട. അപ്പൊ ചെറിയനോട് ജഡ്പട് പറയാണെന്ത്? ഹൗ, വസ്ത്രം സൂക്ക് ഗയെ, ഉണങ്ങി പോയിട്ടടാ, ഡ്രസ്സ് ഉണങ്ങി എന്ന് പറയാണ്. ജഡ്പടിനെ ഹാഫ്തേ ഹുയേ കഹ എന്നാ പറഞ്ഞത്. ഹാഫ്തേ ഹുയേ ലേക്കിൻ ഗുഷോത്തേ ഹുയേ കഹ. ഹാഫ്തേ എന്ന് പറഞ്ഞാൽ എന്താ? കിതയ്ക്ക, ഡ്രസ്സ് ഉണങ്ങിയടാന്നില്ലേ. എന്താ? ലേക്കിൻ ഗുഷോത്തേ, സന്തോഷത്തോട് കൂടിയിട്ടാ പറഞ്ഞില്ലേ. അപ്പൊ എടാ ഡ്രസ്സ് ഉണങ്ങി എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ കിതച്ചുകൊണ്ട് പറഞ്ഞു. ദെൻ ഹാ ബഡേ, അപ്പൊ നമ്മുടെ അനിയനും പറയാണ്, അതേ ചേട്ടാ, എന്താ? വാക്കൈ, തികച്ചും. എന്താ വാക്കി എന്ന് പറഞ്ഞാൽ എന്താ? തികച്ചും, അല്ലെങ്കിൽ സത്യം, അല്ലെ? സത്യമായിട്ട് എന്താണ്? ആ വസ്ത്രങ്ങൾ ഉണങ്ങി. കപ്പടയത്തോ സുഗയെ, വസ്ത്രം ഉണങ്ങി. അപ്പൊ ഏട്ടൻ പറഞ്ഞു, അതേപോലെ തന്നെ അനിയനും പറഞ്ഞു. നഡ്ഗഡ് ബിനെ ബി ഗുഷോക്കർ കഹ, നഡ്ഗഡും വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് അത് പറഞ്ഞത്. അപ്പൊ 2 പേരും ഹാപ്പി ആയി, അല്ലേ? തബി നഡ്ഗഡ് കോ പോക്കർ കിനാരെ ഏക്ക് ചിക്കനി ഗിട്ടി ദിക്കായി പടി. അങ്ങനെ കുളത്തിനടുത്ത് ഇങ്ങനെ കിതച്ച് നിൽക്കല്ലേ. ആ സമയത്ത് നമ്മുടെ നഡ്ഗഡ് ആ ഒരു പോക്കർ കിനാരെ, കുളത്തിന്റെ കരയിലായിട്ട് എന്ത് കാണുകയാണ്? ഏക്ക് ചിക്കനി ഗിട്ടി. ചിക്കനി എന്ന് പറഞ്ഞാൽ നല്ല തിളക്കമുള്ള, അല്ലെങ്കിൽ നല്ല മിനുസമുള്ള എന്നൊക്കെ പറയാം. ഓക്കെ, മിനുസമുള്ള എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി. നല്ല മിനുസമുള്ള ഒരു എന്തെടുത്തു? ഒരു ഗിട്ടി. ഗിട്ടി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കല്ല്. ഓക്കെ, നല്ല മിനുസമുള്ള, നല്ല പരന്ന ഒരു കല്ലെടുത്തു. അത് കല്ലെടുത്തു അല്ല, കല്ല് കണ്ടു. ദിക്കായി പടി എന്നാ പറഞ്ഞത്. ഒരു കല്ല് കണ്ടു. ഇവൻ എന്താ ചെയ്ത്? നഡ്ഗഡിനെ ഉസേ ഉഡാലിയ, ഉഡാലിയ എടുത്തു, അല്ലെ? അവന് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ആ കല്ലെടുത്തു. നഡ്ഗഡ് ഒരു കുളത്തിന്റെ കരയിൽ നിന്ന് ഒരു പരന്ന കല്ല്, അല്ലെങ്കിൽ ഒരു മിനുസുള്ള കല്ല് കണ്ടു. ആ കല്ലെടുത്തു. എന്തിനാ അപ്പൊ കല്ലെടുക്കണത്? എന്തിനെങ്കിലും എറിയാനാണോ? നോക്കാം നമുക്ക്. ഓർ തിർച്ചേ ഹോക്കർ, തിർച്ചിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെരിച്ചു വെക്കാം. ഓക്കെ, അങ്ങനെ തിർച്ചേ ഹോക്കർ, അത് ചെരിച്ചു വെച്ചിട്ട് ഉസേ ഈസ് തരവ് ഫേങ്ക, അതെന്ത് ചെയ്തു? ഇതുപോലെ എറിഞ്ഞു എന്ന്. അതായത് എന്താ? നമുക്കറിയില്ല, നമ്മളിങ്ങനെ വെള്ളത്തിൽ എന്ത് ചെയ്യും? ഈ പരന്ന കല്ലുകൾ എടുത്തിട്ട് ഇങ്ങനെ എറിയുമ്പോൾ ഇങ്ങനെ തെള്ളി ഇങ്ങനെ പോകൂലേ? നിങ്ങളൊക്കെ ഒരു ഇതെല്ലാവരും ചെയ്തിട്ടുണ്ടാവും, അല്ലേ? വെള്ളം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പരന്ന കല്ലെടുത്ത് എറിയുന്നേ. അപ്പൊ ആ പരിപാടിയാണ് ഇവിടെ ആര് ചെയ്യുന്നത്? നമ്മുടെ നഡ്ഗഡ് ചെയ്യുന്നത്. നഡ്ഗഡ് ഒരു പരന്ന കല്ലെടുത്തിട്ട് അങ്ങോട്ട് എറിഞ്ഞു. തിരിച്ചേ ഹോക്കർ അതിങ്ങനെ ചെരിച്ചു വെച്ചിട്ട് എറിഞ്ഞു. എറിഞ്ഞപ്പോൾ എന്തായി? ഗിട്ടി പാനിക്ക് സത്ത് പർ. സത്ത് എന്ന് പറഞ്ഞാൽ ഉപരിതലം, വെള്ളത്തിന്റെ. പാനിക്ക് സത്ത് പറഞ്ഞാൽ വെള്ളത്തിന്റെ ഉപരിതലം. ആ വെള്ളത്തിന്റെ മേൽഭാഗത്ത് കൂടി എന്ത് ചെയ്തു? ഉച്ചൽത്തി ഹുയി ദൂർ തക്ക് ചരികൈ. ഉച്ചൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചാടി അല്ലെങ്കിൽ തെന്നി ഇങ്ങനെ ചാടി അതിങ്ങനെ ദൂരേക്ക് പോയി. കുറേ ഇങ്ങനെ തെള്ളി ഇങ്ങനെ പോയി. ഇത് കണ്ടപ്പോൾ നമ്മുടെ ജഡ്പടിന് ഭയങ്കര കൗതുകമായിട്ടുണ്ടാവും. കാരണം ജഡ്പടി ഇതൊന്നും ചെയ്യാറില്ലല്ലോ. ഇതൊക്കെ നഡ്ഗഡ് എപ്പോഴും ചെയ്യണം. അതുകൊണ്ടൊക്കെ അല്ല വെച്ച് കഴിഞ്ഞാൽ നേരം വൈകണം, അല്ലേ? ദെൻ ദേക്കാ ഇത് കണ്ടപ്പോൾ ജഡ്പടിനെ ബി ഏക്ക് ഗിട്ടി ഉഡാക്കർ ഫേങ്ക് ദി. ഫേങ്കിനാന്ന് പറഞ്ഞാൽ എറിയ. അപ്പൊ ജഡ്പടിന് ഒരു കൗതുകം, ഇത് കൊള്ളാലോ കളി, ഇതൊരു പുതിയ കളിയാണല്ലോ. ജഡ്പട് ഒരു കല്ലെടുത്തു, ചെറിയ കല്ലല്ല, വലിയൊരു കല്ലെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരേറ്റ് കയറും. എവിടേക്ക്? വെള്ളത്തേക്ക്. എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ലേക്കിൻ, പക്ഷേ ഉസ്കി ഗിട്ടി, അവൻ എറിഞ്ഞ കല്ല് എന്താ സംഭവിച്ചേ? എക്ദം, പെട്ടെന്ന് തന്നെ പാനിമേം ഗുഡുപ്പ് ഹോഗൈ. ഗുഡുപ്പ് ഹോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുങ്ങിപ്പോയി. അവന് വലിയ കല്ലിട്ട് എന്താണ്, അല്ലേ? അവൻ വലിയ കല്ലിട്ടപ്പോൾ വെള്ളത്തേക്ക് ബം എന്നറിയാണ്ട് എന്ത് ചെയ്തു? ആ കല്ലങ്ങോട്ട് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി. അപ്പം മച്ചാൻ എന്താ അറിയില്ല? എറിയേണ്ട രീതി അറിയില്ല, അല്ലേ? ഇതെന്നോക്കെ
അപ്പൊ നമ്മുടെ നഡ്ഗഡ് വലിയ ആളായിട്ട് പറയണെന്ത്, ബടേ ചേട്ടോ തുമക്കോ ഗിട്ടി പൈലാന നെഹി ആത്ത, എനിക്ക് കല്ലെറിയാൻ അറിയില്ലല്ലേ, ഇങ്ങനെ കല്ലെറിയാൻ അറിയില്ലല്ലേ, ഹാ ചോട്ടെ. അപ്പം ഏട്ടൻ പറയാണ്, അതെ അനിയ, എന്താ തും സിഖാ സക്തേ ഹോ, എനിക്ക് പഠിപ്പിച്ച് തരുമോ, കല്ലെറിയാനും കൂടി പഠിപ്പിച്ച് തരുമോ എന്ന് വെച്ചു. നേരത്തെ പറഞ്ഞ കടലാസ് തോണി ഉണ്ടാക്കാനാണ്, ഈ ചങ്ങായിക്ക് അപ്പൊ കാര്യമായിട്ടൊന്നും അറിയില്ല അല്ലേ. ഞാൻ നോക്കണം എന്ത്, ക്യോ നഹി, അതിനിപ്പോ എന്താ, ഞാൻ പഠിപ്പിച്ചു തരാം, സിമ്പിൾ കാര്യമാണ്. എന്താ അബിലോ, ഇപ്പൊ നോക്കിക്കോ, ഇത് കണ്ടോ, എന്താണ് നഡ്ഗഡിനെ ധ്യാൻ സേ നീച്ചേ ദേക്ക് കർ. നഡ്ഗഡ് എന്ന് വെച്ചാൽ ധ്യാൻ സേ, വളരെ ശ്രദ്ധയോടുകൂടി, ധ്യാൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ അല്ലെ, ശ്രദ്ധയോട് കൂടിയിട്ട് നീച്ചേ ദേക്ക് കർ, താഴേക്ക് നോക്കിക്കൊണ്ട് ഏക്ക് ഗിട്ടിയുടായി, ഒരു കല്ലെടുത്തു, ഒരു കല്ലും കൂടി എടുത്ത് ആർക്ക് പഠിപ്പിച്ചെടുക്കാനാ, ജഡ്പഡിന് പഠിപ്പിച്ചെടുക്കാനാ. ഓർ ജഡ്പഡ് കോ ദിക്കാത്തേ ഹുയേ ബോല, എന്നിട്ട് ജഡ്പഡിനെ കാണിച്ചുകൊണ്ട് പറയാണ്, ആ കല്ലെടുത്തിട്ട് ജഡ്പഡിനെ കാണിച്ചുകൊണ്ട് പറയാണ്, ഗിട്ടി AC ലോ, കല്ല് ഇങ്ങനെയാണ് എടുക്കേണ്ടത്. എങ്ങനത്തെ കല്ല് എടുക്കേണ്ടത്, ജോ ജ്യാദാ ഭാരി, അത് കൂടുതൽ ഭാരമുള്ളത്, ഭാരി എന്ന് പറഞ്ഞാൽ ഭാരമുള്ളതും, അതേപോലെ ഗുർദുരി, ഗുർദുരി എന്ന് പറഞ്ഞാൽ ഷേപ്പ് ഇല്ലാത്തത്, പരുപരുത്തതും നഹോ ആവരുത്. അപ്പോൾ നല്ല പരുപരുത്ത കല്ലും ആവരുത്, അതേപോലെ തന്നെ നല്ല ഭാരമുള്ള കല്ലും ആവരുത്. നേരത്തെ പോയത് അങ്ങനത്തെ എടുത്തോണ്ടല്ലോ വെള്ളത്തേക്ക് മുങ്ങിപ്പോയത് അല്ലേ. എന്നിട്ട് എന്താ പറഞ്ഞത്, ഹൽക്കി ആവണം, ഹൽക്കി എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞത്, ഭാരം കുറഞ്ഞതാവണം. ഓർ ചിക്കിനി, മിനുസമുള്ളതാവണം, നല്ല നിരപ്പായിട്ടുള്ള നല്ല സ്മൂത്ത് ആയതും അതേപോലെ ഭാരം കുറഞ്ഞതുമായിട്ടുള്ള കല്ലായിരിക്കണം. ഓർ ഉസേ ഇസ്തരവ് ഫേങ്കോ, എന്നിട്ട് അതിനെ ഇങ്ങനെ എറിയണം എന്ന് പറഞ്ഞിട്ട് എറിയുന്നത് ആര് കാണിച്ചു കൊടുത്തു, നമ്മുടെ നഡ്ഗഡ് കാണിച്ചു കൊടുത്തു. പക്ഷെ നമ്മുടെ മറ്റേ മൊയ്തിപ്പോൾ എന്ത് ചെയ്യാ അറിയോ, ഇവൻ ഇതൊക്കെ ആദ്യമായിട്ട് കാണുക, ഈ കുളം തന്നെ മര്യാദയ്ക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ ജഡ്പഡ് കാണുന്നത്. കാരണം അവിടെ നിൽക്കല്ലോ, റോക്കറ്റുമായി പോകലല്ലേ. അപ്പോൾ കുളത്തിലുള്ള താറാവും മീനൊക്കെ ഇപ്പോഴാണ് ഈ മൊയ്ത് ഇങ്ങനെ കാണുന്നത്. കാരണം കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ചങ്ങായ കുളത്തിനോടൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ. ഇതെന്നെ കിതച്ചു പോയതുകൊണ്ട് നിന്നത്, അല്ലെങ്കിൽ അതും കാണൂലേ ഇനി. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണേ, ലേക്കിൻ ആബുത്തൊക്കെ, പക്ഷേ അപ്പോഴൊക്കെ ഈ അനിയൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് കല്ലിൻ്റെ കാര്യം പറഞ്ഞ് എറിഞ്ഞ് പഠിപ്പിച്ചെടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ജഡ്പഡ് എന്ത് ചെയ്യാണ്, ജഡ്പഡ് കാ ധ്യാൻ, ജഡ്പഡിൻ്റെ ആ ധ്യാൻ, ശ്രദ്ധയൊക്കെ എവിടെയാണ്, ബണ്ട് ചുക്കാത്ത, മാറിപ്പോയിരുന്നു, ശ്രദ്ധ വേർപെട്ടു പോയിരുന്നു. എവിടേക്കാ, വഹ് പോക്കർക്കെ പാനി പർ തൈർത്തി, അവൻ എവിടെയാ നോക്കിയത്, ആ കുളത്തിലെ വെള്ളത്തിൽ തൈർത്തി നീന്തിക്കൊണ്ടിരുന്ന ബതകോങ്കോ ധ്യാൻ സേ ദേക്ക് രഹാത്ത, താറാവുകളെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോഴും ജീവിക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ ആസ്വദിക്കണം, അതേപോലെ തന്നെ കളിക്കാവുന്ന കാര്യങ്ങളൊക്കെ കളിക്കണം, തിന്നാവുന്നതൊക്കെ തിന്നണം, അങ്ങനെ ആസ്വദിച്ച് ജിയോ ജീബർക്കെ അല്ലേ, ആസ്വദിച്ച് ജീവിക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് കിട്ടുമ്പോൾ നമുക്ക് പലതും പഠിക്കാൻ കഴിയില്ല, പലതും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല അല്ലേ. ഇപ്പോഴാണ് നമ്മുടെ നഡ്ഗഡിനെ പോലെ ജഡ്പഡ് ജീവിതം ആസ്വദിച്ച് വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു അന്തം വിടലാണ് പലതും ഇവന് ശ്രദ്ധിക്കാൻ കഴിയാതെ പോകുന്നതും. അവൻ ആ താറാവുകളൊക്കെ കൗതുകത്തോടെ നോക്കിക്കണേ, ഇനി ശരിയായിക്കോളും അല്ലേ. ഇനിയിപ്പോൾ ജഡ്പഡും നഡ്ഗഡും സ്കൂളിൽ പോകാൻ നേരം വയ്ക്കോളും. ഓക്കെ, അപ്പോൾ എന്തായാലും മക്കളെ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടില്ലേ. ഇനി നമുക്ക് ഇതിൽ ഒരുപാട് വർക്കുകളുണ്ട്. ഇതിൽ ജഡ്പഡിൻ്റെയും നഡ്ഗഡിൻ്റെയും ഡയറി, അതേപോലെ തന്നെ ഇവരുടെ പല സംഭവങ്ങൾ, കോൺവെർസേഷൻ, ഇങ്ങനെ പലതും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഉടനെ തന്നെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.